ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും പ്രത്യേകിച്ച് ലക്ഷ്യത്തിൽ പ്രിയ തോർഭാഷനും കുടുംബത്തിനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ ശ്രദ്ധിപ്പാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ശക്തമായ മഴയായിരുന്നു. ഇറങ്ങുമ്പോഴേ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ മഴ തുടങ്ങി. അതുകൊണ്ട് ആ കൂടെ വല്ലാത്തൊരു കണ്ടീഷനിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ ഇത്രത്തോളം ദൈവം പരിപാലിച്ചു. ക്ഷേമത്തോടെ കാത്ത് കർത്താവ് തക്ക സമയത്ത് ഈ പ്രിയ സഭയിൽ കടന്നു വരിക കർത്താവ് കൃപ നൽകിയല്ലോ. അതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹപ്രദമായ നല്ലൊരു കാലാവസ്ഥയാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ചൂടേറിയ അനുഭവങ്ങളിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് മഴയൊക്കെ തന്ന കർത്താവ് നമുക്ക് ശാന്തമായിട്ട് വളരെ സൗകര്യപ്രദമായ വളരെ സുഖമായ നിലയിൽ നല്ല കാലാവസ്ഥയൊക്കെ ക്രമീകരിച്ച് കർത്താവ് നൽകി തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള അഭിവാഞ്ചയോടുകൂടി നാം ആയിരിക്കുമെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കും. നമ്മുടെ വ്യക്തിപരമായുള്ള ദൈവികമായ ആലോചനകൾ കർത്താവ് നമുക്ക് നൽകിത്തരും. ഇവിടെ 1 മണിക്കൂർ പ്രസംഗിച്ചാലും 1 മണിക്കൂറും എന്നോട് തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമെന്നില്ല. പൊതുവെ ഉള്ള ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. പക്ഷേ എന്നാൽ അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ആശയമായിരിക്കാം, ചിലപ്പോൾ ഒരു ദൂതായിരിക്കാം, ഒരു 5 മിനിറ്റ് കൊണ്ടായിരിക്കാം കർത്താവ് ചിലപ്പോൾ ഇടപെടുന്നത്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പല നിലകളിലും കർത്താവ് ഇടപെടാൻ കർത്താവ് സന്നദ്ധനാണ്. അതുകൊണ്ട് നമ്മുടെ ഇരിപ്പ് വളരെ മനോഹരമായിരിക്കണം, ശ്രദ്ധയോടുകൂടെ കർത്താവിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മോട് ഇടപെടുമാറാകട്ടെ. നമ്മുടെയൊക്കെ അവസ്ഥകളനുസരിച്ച്, നമ്മുടെ ശ്രദ്ധയനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായ ചില കാര്യങ്ങൾ സംസാരിക്കും. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും കർത്താവ് സംസാരിക്കും. പക്ഷെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കേൾപ്പാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഈ ഫറവോനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കേട്ടത് ഫറവോനല്ല കേട്ടത് മോശയാണ്. ഹല്ലേലൂയ. ആമേൻ. ഫറവോനോട് എന്താ പറഞ്ഞത്? ആമേൻ, ഇതിനായിട്ട് തന്നെ നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിന്. ഹല്ലേലൂയ. എൻ്റെ നാമം മഹത്വം എടുക്കേണ്ടത്, സകല ദേശങ്ങളിലും എൻ്റെ നാമം മഹത്വം എടുക്കേണ്ടത് എന്ന് പറഞ്ഞത് ഫറവോനോടാണ്. ഹല്ലേലൂയ. പിന്നെ കേട്ടത് ആരാണ്? ദൈവത്തിന്റെ സന്നിധി ഇരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. ശ്രദ്ധയുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയും. ആമേൻ. അതുപോലെ തന്നെ ഹിസ്കിയാവിനെ ആയിരിക്കുന്ന സമയത്തും തന്നോടുള്ള ബന്ധത്തിൽ ചില ആളുകൾ അശ്ശൂർ രാജാക്കന്മാരെല്ലാം വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴും അവിടെ ദൈവശബ്ദം മുടങ്ങി. ദൈവം എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ആമേൻ. ഇവരെ കുറിച്ച് സംസാരിക്കുന്നതാണ്, നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്, നിനക്ക് അനർത്ഥം ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആരോട് സംസാരിച്ചത് അവരോടാണ്. പക്ഷെ കേട്ടത് ആരാണ്? ദൈവത്തിന്റെ അടുക്കലിരിക്കുന്ന ദൈവഭക്തന്മാർ, ദൈവത്തിന്റെ സന്നിധിയിൽ വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആ ശബ്ദം കേൾക്കും. അങ്ങനെയെങ്കിൽ ഈ ദേശത്തെ കുറിച്ചുള്ള ദൂതും ദൈവം സംസാരിക്കുന്ന ആരോടെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന, ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതെ, അർത്ഥം മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിലായിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് വായിക്കാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യൂദയുടെ ലേഖനം, അതിൻ്റെ 8-ാമത്തെ വാക്യം. യൂദയുടെ ലേഖനം 8-ാമത്തെ വാക്യം. പ്രത്യേകിച്ച് അധ്യായം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, ഒറ്റ അധ്യായമല്ലേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് യൂദയുടെ ലേഖനം 8-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായ ജഡത്തെ മലിനമാക്കുകയും ദുഷിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഈ യൂദയുടെ ലേഖനം ആരാ എഴുതിയത്? യൂദ എഴുതിയെന്ന് അതിൻ്റെ തലക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
പണ്ട് അമ്മച്ചി പറഞ്ഞെന്നാൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്, പലരും പറയാറുണ്ട്, യൂദ യേശുക്രിസ്തുവിനെ വെട്ടിക്കൊടുക്കുകയും കെട്ടിഞ്ഞാന്ന് ചത്തെങ്കിലും പുള്ളി നല്ലൊരു ലേഖനം എഴുതിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ ആ യൂദയല്ല, യേശുക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരനായ യാക്കോബിൻ്റെ സഹോദരനായ യൂദയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്കിലും കർത്താവിൻ്റെ ദാസനെ അവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എന്ന് യൂദ എന്ന് പറയാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ദാസൻ എന്ന് പറയണമെങ്കിൽ യേശുക്രിസ്തുവിനെ പലരും പല നിലകളിലാണ് കാണുന്നത്. തൻ്റെ സഹോദരന്മാർ, തൻ്റെ കൂട്ടുകാർ, ചർച്ചക്കാരൊക്കെ പലപ്പോഴും യേശു അവൻ തച്ചിൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുവൻ കാണുകയാണ്. യൂദ കാണുന്നത്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അംഗീകരിക്കാൻ തയ്യാറായ ഒരുവനാണ്, തൻ്റെ പാത പിൻപറ്റാൻ തന്നെ അറിഞ്ഞ മറിയെ സംബന്ധിച്ചിടത്തോളം മറിയ തൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ സംഗ്രഹിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. ആമേൻ. അപ്പൊ യേശുക്രിസ്തു താൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളത് വിശ്വസിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. താൻ ദൈവപുത്രനെന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങയുടെ മകനാണ് എന്നൊക്കെ പറയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഒരിക്കലും പ്രവാചകന്മാരൊന്നും പലപ്പോഴും സ്വന്തം കുടുംബത്തിലും സ്വന്തം ദേശത്തിൽ അംഗീകരിക്കപ്പെടാറില്ല, എങ്കിലും തൻ്റെ സ്വന്തം സഹോദരൻ തന്നെ തന്നെ പലപ്പോഴും അംഗീകരിച്ചപ്പോൾ ഹല്ലേലൂയ, അതിന്റെ മഹത്വം ഒന്ന് വേറെയാണ്. ഹല്ലേലൂയ. തനിക്ക് തന്നെ തിരിച്ചറിഞ്ഞ് തന്നെ അംഗീകരിക്കാനിടയായിട്ടുണ്ട്. അത് അംഗീകരിക്കണമെങ്കിൽ വാസ്തവത്തിൽ സത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സത്യം അറിയണമെന്നുള്ള ആഗ്രഹവും സത്യത്തിന് വേണ്ടി നിലനിൽക്കുമെന്നുള്ളതായ ഒരു ചിന്താഗതി ഉള്ളവർക്കേ പറ്റൂ. ഇല്ലെങ്കിൽ പറ്റുമോ? നമ്മുടെ സഹോദരങ്ങളെല്ലാം നമ്മളെല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അവനെക്കുറിച്ച് ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നതല്ലേ. പലപ്പോഴും ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അപ്പൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 10, 25, 40 വർഷമായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അപ്പനെ കാണുന്നത് ഞാൻ ജനിച്ചപ്പോൾ പോലെ കാണുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ അപ്പൻ ജനിച്ചപ്പോൾ പോലെ നമ്മൾ കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ വാശിപ്പുറത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജനിച്ചു വളർന്ന സ്വന്തം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്വന്തം ദേശത്തൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട ഒരുവനെ നമ്മൾ കാണുന്ന രീതി ഇച്ചിരി വ്യത്യസ്തമാണ്. ഇവനെ ഞാൻ ചെറുപ്പം പോലെ കാണുന്നത്, ഇവനെ എനിക്കറിയത്തില്ലേ, ഇവന് പണ്ട് അങ്ങനെ നടന്നതല്ലേ, ഇങ്ങനെ നടന്നത്, എനിക്കറിട്ട് നടന്നതല്ലേ, മൂക്കൽപ്പിച്ച് നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഹല്ലേലൂയ, യേശുവിനെ ചെറുപ്പം പോലെ കാണുന്നതാണെങ്കിലും അവനൊരു പ്രത്യേകത കണ്ടു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ്. ഹല്ലേലൂയ. അവനെയാണ് ഞാൻ അംഗീകരിക്കുന്നത് എന്ന് പകലിൽ സത്യത്തെ അംഗീകരിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. സത്യത്തെ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെയും ഈ പ്രധാനപ്പെട്ട ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞു എങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചു. അതിന് ഒരു വാക്യം കൂടെ കയറ്റി 3-ാമത്തെ വാക്യം പോലെ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. അല്ലേ? അപ്പോൾ ഈ ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഒരിക്കലായി ദൈവം ഇത് നമ്മിൽ വരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നാം പോരാടേണ്ടത്. അപ്പൊ എന്താണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്? ഈ വിശ്വാസത്തെ കുറിച്ച് താഴേക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ചിലരനുസരിക്കാതെ, ഇതിനെ ത്യജിച്ചുകൊണ്ട്, ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് മുന്നേറുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. നമ്മൾ വിശ്വാസം എന്ന് പേരിട്ട് വിളിക്കുന്ന പല കാര്യങ്ങളെയാണ്. എന്തിനേക്കാണ് വിശ്വാസം എന്ന് പേരിട്ട് വിളിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന്, നമ്മുടെ ആഗ്രഹത്തെ, എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പലപ്പോഴും നമ്മൾ എന്ത് പറയുന്നത് അറിയാമോ? ആഗ്രഹം ഉണ്ടെന്നല്ല, വിശ്വാസികൾ പറഞ്ഞ കാര്യം കേട്ടോ, പുറത്തുള്ള ആൾക്കാരല്ല, നമ്മൾ വിശ്വാസികൾ എന്ന് പേരുള്ളവർ പറയുന്ന കാര്യം, അത് വിശ്വാസം എന്ന് പറയും. ചുമ്മാ അല്ല നിന്നെ വിശ്വാസം എന്ന് വിളിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ വിശ്വാസം എന്ന് പറയും. പിന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ ചില പ്രതീക്ഷകളെയും നമ്മൾ എന്ത് പറയും? വിശ്വാസം എന്ന് പറയും. പിന്നെ നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്, ഞങ്ങൾ ചിലതൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട്, ലഭിക്കുമെന്ന മനസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കാണുന്നതിനെയും നമ്മൾ എന്ത് പറയും? വിശ്വാസം എന്ന് പറയും. വാസ്തവത്തിൽ ഇതാണോ വിശ്വാസം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ആമേൻ.
നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പറയും, എനിക്ക് കാറ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, എനിക്ക് വലിയ ബംഗ്ലാവ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഹെലികോപ്റ്റർ ഇതാ ഇറങ്ങി വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പലരും മുതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ ഈ വേദഭാഗം എടുത്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അതിന് ആധാരമായിട്ട് ആ ഭാഗത്ത് നിന്ന് തുടങ്ങാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? സോറി, എട്ടാമത്തെ വാക്യം. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിൽ, അവിടെ നിൽക്കട്ടെ, അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി. ഹല്ലേലൂയ, സ്വപ്നാവസ്ഥ. എന്താ ഈ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്? ഞാൻ ഒരിക്കലേ നല്ല വിശന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു പഴം എനിക്ക് കൊണ്ട് തരികയാണ്. ഒരാളെനിക്ക് പഴം കൊണ്ട് തരിക. ഞാനിങ്ങനെ പഴമൊക്കെ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ കടിക്കാൻ ഇങ്ങ് പോകുമ്പോൾ എന്നെ തട്ടുവിടാ എഴുതക്കണം, നേരം വെളുത്തുന്നു. മനസ്സിലായോ? ഇതിനാണ് സ്വപ്നം എന്ന് പറയുന്നത്. സംഗതി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ പൊളിക്കുകയൊക്കെ ചെയ്തതാണ്. പഴത്തിൻ്റെ തൊലി ഇരിഞ്ഞ് അങ്ങനെയല്ലേ പറയുന്നത്, അല്ലേ? ഒരു ഭാഷ ചിലപ്പോൾ ഞാൻ കൊച്ചിക്കാരനാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി വാങ്ങാൻ കടിക്കാൻ പോകലല്ലേ വിളിച്ചു. എൻ്റെ പഴവും ഇല്ല, പഴത്തുലി പോലും എൻ്റെ കയ്യിലില്ല. ഹല്ലേലൂയ, ഇതിനാണ് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പൊ യാഥാർത്ഥ്യമല്ലാത്ത പല കാര്യങ്ങളെയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. അമ്മേ, നിങ്ങൾക്ക് കാര്യം ഒന്ന് അർത്ഥം ഒന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വിശദീകരിച്ച് തരുന്നത്. ഹല്ലേലൂയ. അപ്പൊ സ്വപ്നം, അങ്ങനെ തന്നെ ഇവരും എന്ത് ചെയ്തു? സ്വപ്നാവസ്ഥയിലായി. ഇത് സ്വപ്നം നമ്മൾ കണ്ടു. ഇത് കണ്ടതിന് ശേഷമായിട്ട് നമ്മൾ വേറെ പല സ്വപ്നങ്ങൾ കാണും. എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് ഒരു ഹെലികോപ്റ്റർ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അടുക്കളയിലൊക്കെ പോയിട്ടുണ്ടാകാം. കഞ്ഞടപ്പതിരിക്കുകയാണ്, അത് പൂച്ച കയറി കത്തിമറിച്ച് കളയോ, അല്ലേ? ഇറച്ചിക്കറിയാ വെച്ചിരിക്കുന്നത്, അതല്ലെങ്കിലും ഇപ്പൊ തന്നെ പോയി കാണും, അല്ലേ? ഈ പറയുമ്പോൾ പെട്ടെന്ന് പോകും. കാരണം എന്താ അറിയാം, നമ്മളുടെ ഇമാജിനേഷൻ, നമ്മളിങ്ങനെ സങ്കല്പക്കാരൊക്കെ ഭയങ്കര മിടുകന്മാരാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കക്ക് പോയി കളയില്ലേ? ചിലരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം എവിടെയെങ്കിലും ഇല്ലെന്നാണ്, ശരീരം മാത്രം ഇവിടെ ഉള്ളൂ, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ സ്വപ്നങ്ങൾ സങ്കല്പ ലോകത്താണ് പല ആളുകളും. ഇന്ന് പല ആളുകളെ തിരുത്താൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദുരുപദേശത്തിന്റെ ചില കെട്ടുകൾ ചെന്ന് പെട്ടുകഴിഞ്ഞ ശേഷമായിട്ട് പിന്നെ അവരെ തിരുത്താൻ പോലും പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവർ സ്വപ്ന ലോകത്താണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നതെങ്കിലും ഇതിനകത്ത് വായിച്ച് വ്യാഖ്യാനിച്ച് വെക്കുന്നത് വേറെ പല കാര്യങ്ങളുമാണ്, അല്ലേ? പിന്നെ തിരുത്താൻ പറ്റുമോ നമുക്കവരെ? ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് ചില ആളുകളുണ്ട്, കുറച്ച് പേര്. ഇവിടുത്തെ വന്ന ഒരു കക്ഷിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞിട്ട് പുതിയ നിയമം മാത്രം മതി, പഴയ നിയമം കീറി അങ്ങ് കളയാൻ. ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു ദുരുപദേശം അവിടെ പൊട്ടിമുളച്ചു. ചിലരൊക്കെ അതിൻ്റെ അകത്ത്, ചില കുടുംബങ്ങൾ തന്നെ അതിനകത്ത് പോയി വീണു. ഹല്ലേലൂയ. ഞാനിത് വീഴാൻ പോകുന്നത് കണ്ടപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞു, ഇതിങ്ങനെയാണ് സംഗതി, നിങ്ങൾ അവർ വീഴ്ത്തും, വീഴരുത്, സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അവരോട്. പക്ഷേ അവരതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ സ്വപ്നം കൊണ്ടൊന്നും അവർ അതിൻ്റെ അകത്തൊക്കെ ഇട്ട്, അവരുടെ തലമുണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ആ സ്വപ്ന ലോകത്തിലായി. പിന്നെ കാണുന്ന വിശ്വാസങ്ങളെല്ലാം വൈരാഗ്യമാണ്. ഞങ്ങളിപ്പോൾ പെന്തക്കോസ്തുകാരെ പഠിപ്പിക്കാൻ നടക്കുന്നതാണ്, ദൈവമക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സൂക്ഷിച്ചൊന്നും പറയണ്ട. അങ്ങനെയുണ്ട് ഉപദേശം. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരു ഉപദേശം എൻ്റെ കുറേ ആളുകൾ വരുമെന്ന് എനിക്കറിയത്തില്ലേ, നമുക്കറിയത്തില്ലേ, അല്ലേ? നമ്മളിപ്പോൾ പുതിയൊരു ഉപദേശം നമ്മളങ്ങ് തുടങ്ങണം, അപ്പോൾ പുതിയൊരു ദുരുപദേശം. ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, യേശുക്രിസ്തു കഴുതപ്പുറത്തെ യാത്ര ചെയ്തിട്ടുള്ളൂ. മോട്ടോർ വാഹനങ്ങളിൽ, സൈക്കിളിൽ പോലും കർത്താവ് യേശുക്രിസ്തു യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കഴുതപ്പുറത്തേക്ക് യാത്ര ചെയ്യൂ, ഞങ്ങൾ മറ്റൊരു വാഹനങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ല, അങ്ങനെ യാത്ര ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ പുറകെ കുറച്ച് പേര് കൂടുമില്ലേ? കൂടത്തില്ലേ? എത്ര പേരുണ്ട് എൻ്റെ കൂടെ? കണ്ടോ, എൻ്റെ കൂടെ കൂടുതൽ ആളുണ്ടെന്നേ, ഒരാളെ കിട്ടി എനിക്ക്. ഹല്ലേലൂയ. തമാശ പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ കൂടെ ആളുകൾ കൂടും. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും ഇത് കേൾക്കാനൊക്കെ ആൾക്കാരുണ്ടെന്നേ, എനിക്ക് അതനുസരിച്ച് വിശദീകരിക്കേണ്ട ബൈബിൾ ഉണ്ടെന്നേ. എന്ത് കാര്യത്തിൽ നമുക്കുള്ളത് ഇതല്ലേ? ഒരു ബൈബിളും ഉണ്ട്, 100 ഉപദേശങ്ങളും ഉണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ ചിന്താഗതികളെ തെറ്റിച്ച് കളയുകയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബൈബിൾ ചുമ്മാ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് വായിച്ച് അത് മാത്രം തലമണ്ടക്കകത്ത് കൊണ്ട് നടക്കരുത്, തെറ്റിപ്പോവും. ഹല്ലേലൂയ.
ആമേൻ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെയൊക്കെ ആ വ്യാഖ്യാനത്തിന്റെ രീതി എന്താണ് എന്ന് വെച്ചാൽ ഈ ബൈബിളിന്റെ ആകെ തുക എന്താണ്? ഒരു ഔട്ട്ലൈൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയെങ്കിലാണ് തെറ്റിപ്പോകുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓർത്ത് അങ്ങനെ ഒരു ഭാഗം ശരിയാണല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ അതിന്റെ പുറകെ പോയേക്കാം. ഹല്ലേലൂയ. അങ്ങനെയല്ല, അതങ്ങനെ തന്നെയാണ്. ബെരോവയിലെ വിശ്വാസികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവർ കേട്ടത് അങ്ങനെ തന്നെ അപ്പടി വിടുങ്ങുകയല്ല ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? അവർ വീട്ടിൽ പോട്ട് നന്നായിട്ട് അവർ ദിനം പ്രതി പരിശോധിച്ചു പോകുന്നു, അല്ലേ? ദിനം പ്രതി പരിശോധിച്ചു പോകുന്നു. എല്ലാ ദിവസവും ഇത് പരിശോധിക്കുകയാണ്. വചനത്തിനകത്ത് അത് അങ്ങനെ തന്നെയാണോ ഈ പറഞ്ഞത്? പ്രസംഗത്തിന് ഇപ്പം ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാലും നിങ്ങളിത് ശോധന ചെയ്ത് അങ്ങനെ തന്നെയാണോ നോക്കട്ടെ. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എനിക്കാണോ നിങ്ങൾക്കാണോ? ഈ കേൾക്കുന്നവർക്കുള്ളതാണ്. ഇത് അങ്ങനെ തന്നെയാണോ? സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരെ തന്നെ ഈ വചനം കേട്ടത് അതുപോലെ തന്നെയാണോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിക്കണം. നമുക്ക് ആധാരം എന്താണ്? ഇതിനകത്ത് ആധാരമില്ലാത്തതൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം ഒന്ന് പറയാം, പക്ഷെ അതല്ല വിശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവെഴുത്ത് ആധാരമാകണമെങ്കിൽ നമുക്കെല്ലാം ഈ ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചിരിക്കണം. എന്നാൽ ഏതെങ്കിലും ഏകദേശം രൂപം നമുക്ക് പിടികിട്ടും. അതിനകത്തു നിന്ന് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ബൈബിളിന്റെ ആകെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ദൈവത്തെ അല്ലല്ലോ നമ്മൾ സേവിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം. ആമേൻ. ഇപ്പോൾ രമിക്കുണ്ട് എന്നോട് പറഞ്ഞു, എന്നോട് ദൈവം സംസാരിച്ചു. ഞാൻ ആദ്യം വിശ്വസിച്ചു ഇവിടെ ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവം സംസാരിക്കാൻ എന്തോ പന്തികേട് ഇതിനകത്തുണ്ട്. ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചോട് ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? അത് ഞാൻ രാവിലെ പുസ്തകം ഓർത്തിട്ട് ഇങ്ങനെ അങ്ങ് മനത്തും. അന്നേരം വരുന്ന വാക്യം അതാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അതിനകത്ത് എന്തെങ്കിലും ഉൽപ്പത്തി പുസ്തകം കിട്ടിയിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ലേഖനങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? സംഖ്യാപുസ്തകം കിട്ടിയിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ ഈ സങ്കീർത്തനത്തിൽ മാത്രമാണ് ദൈവം സംസാരിക്കുന്നത്. പണ്ടൊരു ദിവസം പഠിക്കുന്നത് നെഞ്ചുന്തി പുസ്തകം എന്നാണ്. സങ്കീർത്തനത്തെ പറഞ്ഞ പേരാണ് നെഞ്ചുന്തി പുസ്തകം. കാരണം ആ ഭാഗം മാത്രം ഇങ്ങനെ വായിച്ച് അത് മാത്രം തുറക്കാറുള്ളൂ. അത് മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അത് മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ ഇതിന്റെ ആകെ തുക പിടികിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ആമേൻ. ദൈവ സംഗീതത്തിൽ മാത്രം സംസാരിക്കുള്ളൂ? ഹല്ലേലൂയ. പുറപ്പാട് ഒന്നാമത് പുസ്തകം വായിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ദൈവം സംസാരിക്കില്ലേ? ഒരാളോട് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഈ ബൈബിൾ വായിക്കാൻ കിട്ടുന്നു. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം തന്നെ വായിച്ചു തുടങ്ങിയതിന് ദാവീദിന്റെ പുത്രനായ വംശാവലി അവനെ ജനിപ്പിച്ചു എന്നുള്ള ഭാഗങ്ങൾ കേട്ടപ്പോൾ പുള്ളിക്ക് അതങ്ങ് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ജനിപ്പിച്ചുവെങ്കിൽ ദൈവം എനിക്കും എന്ത് ചെയ്യും? ഒരു കുഞ്ഞിനെ. ദൈവം സംസാരിച്ചില്ല മത്തായി സുവിശേഷം. നമ്മൾ ചേർന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിനകത്തൊക്കെ എന്താ വചനമൊന്നുമില്ല, ഇല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ചുമ്മാ പുറപ്പാട് എന്താണ് ദിനവൃത്താന്ത പുസ്തകവും സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പേര് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് കുറേ ഗോത്രങ്ങളൊക്കെ വെച്ച് പറഞ്ഞു വെച്ചിട്ട് എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് നമ്മൾ ചിന്തിക്കും. ഇനി ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴാണെങ്കിലും മെഥുശലഹിന്റെ കാര്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അതെല്ലാം ജനിപ്പിച്ചു അബ്രഹാമിന്റെ ചില തലമുറകളെ കുറിച്ച് ഇങ്ങനെ എഴുതി വരുവാണ്. ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാണെന്ന് ഓർക്കും. പക്ഷെ അതിനകത്തുനിന്ന് ദൈവം സംസാരിക്കുന്നേ. ഹല്ലേലൂയ. ഈ വചനം ജീവനുള്ളതാണ്, അത് ജീവിപ്പിക്കുന്നതാണ്, അത് ജനിപ്പിക്കുന്നതാണ്, ചില ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ്, ചില സംശയങ്ങളെ മാറ്റുന്നതാണ്, ചില വിശ്വാസങ്ങളെ തന്നെ തകർത്ത് കളയുന്നതാണ്, ചില ആവശ്യമില്ലാത്ത ചിന്താഗതികളെ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് ദൈവവചനത്തിന് ജീവനുണ്ട്, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വചനം ഏത് ഭാഗത്തുനിന്ന് ഇടപെടുന്ന എങ്ങനെ ഇടപെടുന്ന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതേ ഉള്ളൂ. ഈ ഭാഗത്തുനിന്ന് ദൈവം സംസാരിച്ചില്ലേ? സങ്കീർത്തനത്തിൽ മാത്രമാണോ സംസാരിച്ചത്? ദൈവം എല്ലാ ഭാഗത്തും നമ്മോട് സംസാരിക്കാനിടയായി തീരും. ഹല്ലേലൂയ. അത് മാത്രമല്ല സംസാരം, വ്യക്തികൾ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവോട് ഇടപെടും. അങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവം സംസാരിക്കും. അതുകൊണ്ട് ദൈവം ഇങ്ങനെ ബൈബിൾ വായിക്കാതിരിക്കണം. ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക എത്രേ ഉള്ളൂ? നമ്മളുടെ ഈ ദൈവവചനത്തിന്റെ ആകെ തുക മനസ്സിലാക്കി വേണം നമ്മൾ ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ടിട്ട് അങ്ങനെ വിശകലനം ചെയ്താലേ കാര്യങ്ങളുടെ യഥാർത്ഥമായ പൊരുൾ നമുക്ക് പിടികിട്ടും. സത്യമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ. ഹല്ലേലൂയ. വചനം സത്യമാണ്. യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്.
ഹല്ലേലൂയ. കർത്താവ് യേശുവാണ് സത്യം. ആമേൻ. വചനമാണ് സത്യം. അപ്പോൾ വചനത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇവിടെ പറയുകയാണ് സങ്കല്പം, ഇത് സ്വപ്നാവസ്ഥയിലായി. ഇവിടെ അതിന് മുമ്പ് കുറച്ച് പേരുടെ കാര്യം പറഞ്ഞിട്ടായി പറയുന്നത് അവര് സ്വപ്നാവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ദൂതന്മാർ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാരെ അന്ധകാരത്തിൽ ചങ്ങലയിട്ട് കൂട്ടിയിരിക്കുകയാണ്. ആമേൻ. സ്വന്തം വാഴ്ച കാത്തുകൊണ്ടില്ല. അപ്പൊ വാഴ്ച കാത്തുകൊണ്ടില്ലെങ്കിൽ അത് ഒരു തെറ്റായി. അപ്പനായിരിക്കുന്ന സ്ഥലത്ത് അപ്പനെ തന്നെ ആയിരിക്കണം. പാസ്റ്റർ ആയിരിക്കുന്ന സ്ഥലത്ത് പാസ്റ്റർ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കൾ തന്നെ ആയിരിക്കണം. ആമേൻ. പാമ്പുകളെയും തികളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ കർത്താവ് അധികാരം തന്നെ. ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. വായിച്ച നമുക്ക് വാടാനാ കർത്താവ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്, പിടിച്ചിരിക്കുന്നത്, ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. ഈ ദേശത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാ ഉള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റാണോ? ഹല്ലേലൂയ. ഭൗതികമായ ചില കാര്യങ്ങൾ നോക്കാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആത്മീയമായ കാര്യങ്ങളിൽ ഹല്ലേലൂയ, ആമേൻ, അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കണം. നമ്മൾ പിന്നെ മറ്റേ പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ നമ്മുടെ ദേശത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ല. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പലപ്പോഴും സമയം കിട്ടാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആമേൻ കർത്താവ് അതെ ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരുത്തനെ അന്വേഷിച്ചു. ഒരുത്തനെ നമ്മൾ പറഞ്ഞ ആൾ കൂട്ടാൻ ഞാൻ ഒരാളുണ്ട്, പക്ഷെ വേറെ ആരില്ലെന്നാണ് പറയുന്നത്. കർത്താവ് നോക്കുന്ന ആ ഒരുത്തം മതി എന്നാണ്. ഹല്ലേലൂയ. എങ്ങനെയാ? മതിൽ കെട്ടി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു മതിൽ കെട്ടലുണ്ട്, ഇല്ലേ? ആമേൻ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ പ്രാർത്ഥനയുണ്ടോ? എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത് പോരാടി പ്രാർത്ഥിച്ചു എന്നാണ്. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടി. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടമുള്ള പ്രാർത്ഥനയുണ്ട്, മതിൽ കെട്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. അവൻ ഇങ്ങനെ പല നിലകളിൽ പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ രീതികൾ അങ്ങ് മാറുന്നത്. ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് വായിച്ച ഭാഗത്തേക്ക് വരും. ഇവിടെ ഇവരും സ്വപ്നാവസ്ഥയിലായി. ഇനി അടുത്തത് സൊദോം ഗൊമോറയുടെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോഴും അവരെ കുറിച്ചും പറയുന്നുണ്ടല്ലോ. സൊദോം ഗൊമോറയിലെ കാര്യങ്ങൾ, അവിടുത്തെ മ്ലേച്ഛതകൾ തിങ്ങി നിറഞ്ഞു വന്നപ്പോഴത്തേനുമാണ് ദൈവം അതിനെ ന്യായം വിധിച്ചത്. ഇങ്ങനെ ഇവർ മ്ലേച്ഛതയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഇതും ഒരു സ്വപ്നാവസ്ഥയാണ്. ജഡത്തെ നോക്കി മാത്രം പോകുന്ന ഒരു രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ ഞാൻ വായിച്ചോ. ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇതാണ് ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നതായ ചില പ്രത്യേകത എന്ന് പറയുന്നത്. വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അവർ മറ്റു പലതിനെ കണ്ടത് കൊണ്ടാണ് അവർ വാഴ്ച കാത്തുകൊള്ളാതെ ഇങ്ങ് പോകുന്നത്, അല്ലെങ്കിൽ ആ വാഴ്ച കാത്തുകൊള്ളാതെ അവർ നശിച്ചു പോകാൻ കാരണമായി തീർന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിച്ചത് കൊണ്ടിട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണ്, അവിടെ ദുഷ്ടത വർദ്ധിച്ചു. ആ ദേശത്ത് ജഡത്തെ മലിനമാക്കുന്ന അത്രമാത്രം ദുഷ്ടത അവിടെ വർദ്ധിച്ചു വന്നു. ആണിനോട് പെണ്ണിനോട് അവലക്ഷണമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആ ദേശത്തെ എന്ത് ചെയ്ത് ന്യായം വിധിക്കുകയാണ്. ഇത് ദൃഷ്ടാന്തമായിട്ട് വെച്ചിരിക്കുക, ദൃഷ്ടാന്തമായിട്ട് നടക്കുക. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ തന്നെ ഇവര് സ്വപ്നാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അവരും ഈ സ്വപ്നാവസ്ഥയിലായിരുന്നു. ഈ ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നത് പലതും സ്വപ്നാവസ്ഥയിലായിരുന്നു. അപ്പൊ നമ്മളും തെറ്റിപ്പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെ ചില സ്വപ്നാവസ്ഥകൾ വരുന്നതാണ്, ചില ഭാവനകൾ, ചില സങ്കല്പങ്ങൾ ഇത് വരുന്നതാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഇന്ന് മനുഷ്യനെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് തെറ്റിക്കുന്നത് ഇങ്ങനെയുള്ള ചില തോന്നലുകളും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകളും ഇട്ട് തന്നിട്ടല്ലേ? ഇന്ന് സൈക്കിളിൽ പോകുന്ന നാളെ കാറെ പോകാന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹെലികോപ്റ്റർ കിട്ടാൻ പോകുന്നു. പണ്ട് ഞാനൊരു പ്രസംഗം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ നല്ല പ്രസംഗമാണോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവചനം പുള്ളി പറയുകയാണ്. ഞാൻ ആ പേര് ഞാൻ ഓർക്കുന്നില്ല. 24 ടോപ്പ് വീടുകൾ, അങ്ങനെ പുള്ളി പറഞ്ഞതാണ്. വീടിൻ്റെ ടോപ്പാണ് കാണുന്നത് അറിയത്തില്ല. ടോപ്പ് വീടുകൾ ഞാൻ കാണുന്നു, ലക്ഷറി വീടുകൾ കാണുന്നതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. ടോപ്പ് വീടുകളാണ്. ആ ജനമല്ല ഇങ്ങനെ ആവേശത്തിൽ നിൽക്കണം. അതിലൊരു വീട് നിനക്കാണ്. അതുകൂടെ വേറെ ഇടിപ്പത്തിന് അദ്ദേഹം വലിയ പൊട്ടിത്തെറിച്ച് ഭയങ്കര ചാട്ടം ബഹളമാണ്. അടുത്തത് വേറൊരാൾക്ക് അടുത്ത വീട് നിനക്കാണ് എന്നൊക്കെ അദ്ദേഹവും വലിയ ചാട്ടമൊക്കെ ചാടി. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ? മനുഷ്യൻ സങ്കല്പമുള്ള ഭാവന ഉള്ളവനാണ്, അല്ലേ?
പട്ടി ഭാവന കാണാറുള്ളതായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. ആന ഒരു ഭാവന കണ്ടെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഭാവന കാണുന്നവരാരാണ്? ഈ ഭാവന കാണുന്ന മണ്ഡലത്തിൽ തന്നെയാണ് പിശാചും പ്രവർത്തിക്കുന്നത് ഓർക്കണം. ഹല്ലേലൂയ. ആമേൻ. ഈ ഭാവന മണ്ഡലത്തിൽ പിശാച് പ്രവർത്തിക്കുക. എന്താ കാര്യം? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് സംഭവം. മനുഷ്യനെ ആദ്യം തെറ്റിച്ച് കളഞ്ഞത് ഏത് ഭാവന കൊണ്ടാണ്? ഒന്ന് സ്ത്രീയോടടുത്ത ആളോ പാമ്പ് ആദ്യം വന്നത്. അപ്പം വന്നിട്ട് പറയുന്നത്, ഈ തോട്ടത്തിൻ്റെ നടുവിലത്തെ വൃക്ഷഫലം കഴിക്കരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ വാസ്തവമായി ചോദിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? അങ്ങനെ കൽപ്പിക്കാൻ സാധ്യത ഇല്ലല്ലോ, കാരണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നോർത്തിട്ടാണ് എന്നൊരു ചിന്ത കിട്ടണമല്ലോ എന്ന്. അതുകൊണ്ട് അവാസ്തവമായി കർത്താവ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അതെ. അപ്പോൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, അത് തുടരുതെന്ന് പോലും. ഇത് എവിടെ നിന്ന്? ഈ തുടരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ഈ തുടരുതെന്ന് ഇവള് പറയാൻ കാരണം എന്താണ്? ഇവളുടെ മനക്കോട്ടയിൽ നിന്ന്, മനസ്സിൽ നിന്ന് അങ്ങനെ പോലും ഒരു ഭാവനയിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ്. അങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നന്നായിരുന്നുവല്ലോ, അല്ലേ? അപ്പൊ അതൊരു ഭാവനയാണ്. ഹല്ലേലൂയ. പണ്ടത്തെ ഒരാൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ട്, ബീഡി വലിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതണമായിരുന്നു, പൊട്ട് കുത്തരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതണമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഈ ബൈബിൾ എഴുതിയ സമയത്ത് പുള്ളി കർത്താവ് കണ്ടു കാണത്തില്ലായിരിക്കും. അതോ ഹല്ലേലൂയ. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ആലോചന വെച്ച് ദൈവം ഇത് എഴുതിയാൽ അല്ലെങ്കിൽ എഴുതാൻ കൊടുത്താലേ. ആമേ. പല ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ആമേ. ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? പണ്ടൊരു ആലിൻ്റെ കീഴിൽ ഒരുത്തിന് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിയപ്പോൾ ഒരു ആലിങ്ക വന്ന് അവൻ്റെ മൂക്ക വന്നു. ആ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, മുറ്റിൽ നിന്നോ ആലിങ്ക. ഹല്ലേലൂയ. പറയാം, ഓ എന്താ ഇത്രയും വലിയ മരം, എന്നിട്ട് ചെറിയൊരു കായ കർത്താവ് ഉണ്ടാക്കി. ദൈവം എന്നൊക്കെ പറയുന്നത് എനിക്ക് സത്യമാണ്. ഹല്ലേലൂയ. ഒരു ആലിങ്ക ഉണ്ടാക്കി ഇത്രയും വലിയ മരത്തിൽ അത് പടവളങ്ങ് നോക്കുക, പാവക്ക നോക്കുക, ചെറിയൊരു വള്ളി, അതിനകത്ത് വലിയ പടവളങ്ങിയ മത്തങ്ങായൊക്കെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ദൈവം ഒരു ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ആലിങ്കായിട്ട് നോക്കി ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് പുള്ളിയുടെ മൂക്കത്തൊരു ആലിങ്ക വന്ന് വീഴുന്നത്. അന്നേരം പുള്ളി പറയുന്നത്, കറക്റ്റ് മൂക്കത്തന്നെ വീണല്ലോ, ഇത് തേങ്ങ വല്ലതും ആയിരുന്നെങ്കിൽ. അപ്പൊ ദൈവത്തിന് ബുദ്ധിയുണ്ട്, അല്ലേ? ദൈവത്തിന് ബുദ്ധി മനസ്സിലാക്കിയത്. ഇങ്ങനെ ചിലതൊക്കെ പറ്റുമ്പോഴാണ് ആളുകൾ മനസ്സിലാകുന്നത്, ദൈവം നിസ്സാരക്കാരനല്ല. നമുക്ക് ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ നമ്മുടെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ. ഇപ്പൊ തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് തലവേദന മാറ്റി, തലവേദന മാറ്റാൻ കർത്താവ് പ്രാർത്ഥന. ക്യാൻസർ വന്നാൽ മാറ്റുമെന്നൊരു ക്യാൻസർ വരുമോ? കർത്താവ് ക്യാൻസർ മാറ്റാനും. അപ്പൊ നമുക്ക് ആവേശം കൂടുമല്ലേ? ഇങ്ങനെ ആവേശം കൂടുന്നത് എങ്ങനെയാണ്? ദൈവത്തെക്കുറിച്ച് അറിയും തോറുമാണ്. ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ദാവീദിന്റെ സങ്കീർത്തനമോ ഓരോ പുത്രന്മാരുടെ സങ്കീർത്തനമൊക്കെ വായിക്കുന്നത്, അവർ ദൈവത്തെക്കുറിച്ചൊക്കെ മഹത്വപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്രമാത്രം അവരെന്തുമാത്രം ദൈവത്തെ ധ്യാനിക്കുന്നുവെന്ന്. ദൈവത്തോട് അടുത്തിരിക്കുകയും ദൈവത്തെ കാണുകയും ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യുകയും അവരുടെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആ സംരക്ഷണവും ദൈവികമായ വിടുതലൊക്കെ മനസ്സിലാക്കുമ്പോൾ, ദൈവികമായ സൗഖ്യമൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ മഹത്വം എന്തുമാത്രം വലുതാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മഹത്വം നമ്മൾ എന്തുമാത്രം തിരിച്ചറിയുന്നു, അതിനനുസരിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരാളുടെ ശബ്ദം മാത്രം നല്ല ഒച്ചത്തിൽ കേൾക്കുന്നുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഒരാളെ ഉള്ളോ? പാസ്റ്റർ ശബ്ദം കേൾക്കുന്നുണ്ട്, അല്ലാതെ? ആമേൻ. ആമേൻ. അപ്പോ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ സങ്കല്പങ്ങളാണ്, പലർക്കും പല പല സങ്കല്പങ്ങളാണ്. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ ജീവിതത്തിൽ പിശാചൊന്ന് ടെസ്റ്റ് നോക്കി പിന്നെ ഇവിടെ നന്നായിട്ട് സങ്കല്പിക്കാൻ നല്ല കഴിവുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. ആ പിശാച് അങ്ങനെയൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയ വലിയ സങ്കല്പങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അല്ലേ? അങ്ങനെ പിശാച് പറഞ്ഞില്ല. പക്ഷേ അടുത്ത ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് എന്താണ്? നീ ദൈവത്തെ പോലെയാവും. ഭക്ഷണം ഈ പഴം കഴിച്ചാൽ നമ്മൾ അങ്ങോട്ട് വലിയ സങ്കല്പമൊക്കെ പറയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ മതി. ഇതേ ആര് കർത്താവിന് സത്യം പറയുക, വചനം പറയുക. കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ?
ആമേ. അല്ലല്ല അല്ല, അഴകടമ്പ പര്യത്ത് പോകാനും നിൽക്കരുത്, ഈ ഒത്തിരി കയറ്റിയടിക്കാനും നിൽക്കരുത്. ചിലർക്ക് സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ ചില പരിപാടികളുണ്ട്. നമ്മുടെ ദൈവം പിന്നെ അതിൽ നിന്ന് പോലും പിടിപ്പിക്കും, ഇതിൽ നിന്ന് പോലും പിടിപ്പിക്കും. ദൈവം പിടിപ്പിക്കുന്നത് നിന്നോട് പറഞ്ഞു, അത് ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമല്ലേ. ഹെലികോപ്റ്റർ തരുന്നതൊക്കെ നീ നമ്മൾ വീമ്പിളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലല്ലേ, കർത്താവ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ലല്ലോ. അതെ. അപ്പൊ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്കൊക്കെ ആവേശം കയറ്റി പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വിശ്വാസം കൊണ്ടുവന്നാണ് വിചാരിക്കുന്നത്. ഇത് തന്നെ പിശാച് മുതലെടുക്കുന്നത്. ഇവരാണ് ഏറ്റവും വലിയ ദുരുപദേശകനായിട്ട് പിന്നെ മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പിശാച് നമ്മുടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പിശാച് വരുന്നത്, ഞാൻ സാത്താനാണ്, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, ഞാൻ അറപ്പാനും മുടിപ്പാനും മോഷിപ്പാനും വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിശാച് വരുമോ? ഹല്ലേലൂയ. അവൻ തന്ത്രശാലിയാണ്. അതാണ് പിശാചിന്റെ. പൊരുത്തക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ. അത് കൊരിന്ത്യർ സഭയോട് പറഞ്ഞ കേട്ടോ, നമ്മുടെ സഭയോടല്ല പറഞ്ഞത്. നമ്മുടെ സഭയോടാണെങ്കിൽ എന്ത് പറയുമായിരുന്നു? നമ്മൾ അവരറിയാവുന്നവരായതുകൊണ്ട് അവരോട് അങ്ങനെ പറഞ്ഞത് അല്ലേ, നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറയും. നമ്മൾ അറിയാത്തവരായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലേ, നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാലേ അല്ലേ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിയണം. അറിഞ്ഞാലും എന്ത് ചെയ്യാൻ അറിയാമോ, അറിഞ്ഞാലും ചിലത് ഓർപ്പിക്കണം. അതാ ഈ വചനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും, കണ്ടോ, സകലവും ഒരിക്കൽ അറിഞ്ഞതാണെങ്കിൽ നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നല്ല. അപ്പോൾ ഒരിക്കൽ നമുക്ക് സകലവും അറിയാനിടയായിത്തീർന്നെങ്കിലും, ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പാസ്റ്റർ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച ഇവിടെ പ്രസംഗിക്കുന്നത്. ഞായറാഴ്ച എല്ലാ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കാൻ പ്രസംഗിക്കുകയും. ഇതൊക്കെ കേൾക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച, അല്ലെങ്കിൽ അതിനു മുമ്പേ ഉള്ളതായ തിരുവെഴുത്തുകളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്തത്. എത്രയോ വർഷങ്ങളായിട്ട് ഇത് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗിച്ച ഭാഗം തന്നെയല്ലേ വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നത്. ഈ ബൈബിളിൻ്റെ അകത്തുനിന്ന് അല്ലാതെ എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? നമുക്ക് പ്രസംഗിക്കാനുണ്ടോ? ഹല്ലേലൂയ. അടി ഓർപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. അതിന്റെ ആഴങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇത് ഓർപ്പിച്ചുണർത്തുന്നത്. ആമേൻ. അപ്പോ ഇത് ഓർപ്പിച്ചുണർത്തുന്നത് നമ്മൾ എന്താ പറയുക, മറവിയുള്ളവരാണ് അല്ലേ. നമ്മളെ മറവിയുള്ളവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാം കൈ പൊക്കുന്നില്ല, അതാ വിഷയം. അനി പറഞ്ഞ എല്ലാവർക്കും ഉണ്ടെന്ന് ശരിയാണ്, എല്ലാവർക്കും ഉണ്ട് ആ സംഭവം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മറക്കത്തില്ല. പണ്ട് അവൻ എന്നോട് ഇങ്ങനെ, പണ്ട് എന്നെ ഇപ്പൊ പൊട്ടാമസത്തിന് വിളിച്ചത്. അത് ഇന്നെന്താ അമ്മച്ചി വിഷം ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ ഇന്നലെയല്ലേ ഞാൻ പോയി കണ്ടത് ഇപ്പൊ പൊട്ടാമസ് ജീവിയെ. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ ജീവിയാണ് അല്ലേ. അപ്പൊ അന്ന് എന്നെ വിളിച്ചത് 3 വർഷം മുമ്പ് ഇവിടെ എന്നെ ഇങ്ങനെ വിളിച്ചു. ആ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. 3 വർഷം മുമ്പ് ഇവിടെ ഇപ്പൊ പൊട്ടാമസെന്ന് വിളിച്ചു. അതല്ലേ. അപ്പോൾ ഇത് നമ്മൾ മറക്കത്തില്ല. അങ്ങനെ ആ വാക്ക് ഞാൻ മറന്നില്ല. സാധനം കണ്ടില്ലെങ്കിലും, ജീവിയെ നമ്മൾ കണ്ടില്ലെങ്കിലും, ഈ മൃഗത്തെ കണ്ടില്ലെങ്കിലും നമ്മൾ ഈ വാക്ക് ഓർത്തിരിക്കാം. കാരണം അവൾ എന്നെ എന്തോ വിളിച്ചു അല്ലേ. ഈ ചെവി കേൾക്കാൻ ചില അമ്മച്ചവർക്ക് ചെവി കേൾക്കത്തില്ല. എൻ്റെ പ്രായം അമ്മച്ചുണ്ടാവും ചെവി കേൾക്കത്തില്ല. പക്ഷേ ഇവർ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ രഹസ്യം പറയുമ്പോഴത്തേന് അത് കേൾക്കും. അതെങ്ങനെ കേൾക്കുമെന്ന് അറിയത്തില്ല. അതാണ് വിഷയം. അമ്മച്ചെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് കേൾക്കും. പക്ഷെ ബാക്കി എന്ത് പറഞ്ഞാലും കേൾക്കും. ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല അല്ലേ. ഇങ്ങനെ ചില ആൾക്കാർ പറയാറുണ്ട്. ആമേ. അപ്പോൾ ഈ ഓർപ്പിച്ചുണർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഓർപ്പിച്ചുണർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ എന്ത് ചെയ്തത്, ഇത് മറവി പലപ്പോഴും മങ്ങലേറ്റ് വരുമ്പോൾ ഇടക്കൊന്ന് ഓർപ്പിച്ചുണർത്തുമ്പോൾ നമ്മളൊന്ന് ബൂസ്റ്റപ്പായി അല്ലേ. ഈ ഉണർവ് നമ്മൾ കെട്ട് വരുമ്പോഴത്തേക്കും ക്ലാസ്സിൻ്റെ അടുത്ത പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളൊന്ന് ചാർജ് ആകും. ഈ ഞായറാഴ്ച വരുമ്പോഴത്തേനും വീണ്ടും ചാർജ് ആകും. പക്ഷേ ശനിയാഴ്ച ആകുമ്പോൾ ചാർജ് മാത്രമല്ല പോകുന്ന പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചാർജ് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയുമ്പോൾ കേട്ടത് അധിക ശ്രദ്ധയോടെ ഇത് കരുതിക്കൊണ്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഓർപ്പിക്കണം. പണ്ട് ക്രിസ്തോഫൻ തിരുമേനി പറഞ്ഞ ഒരു ഫലിതമുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിൽ പുള്ളി പറയുകയാണ്, ഞാൻ എൻ്റെ ചർച്ചിൽ എൻ്റെ പള്ളി ഞാൻ എപ്പോഴും ഒരു പ്രസംഗം പ്രസംഗിക്കാറുള്ളത്. കാരണം എന്താണെന്നറിയാമോ, ഈ പള്ളി വിട്ടിറങ്ങുമ്പോൾ ഒരു പ്രസംഗമൊക്കെ മറന്നു പോകാതെ കാര്യം. അടുത്ത ആഴ്ച വീണ്ടും വരും, വീണ്ടും ഇതേ പ്രസംഗം തന്നെ ആവർത്തി പ്രസംഗിക്കും. പക്ഷെ പിന്നെ പള്ളി വിട്ടിറങ്ങുമ്പോൾ അത് ഒറ്റ പ്രസംഗം ഞാൻ പ്രസംഗിക്കാറുണ്ട്. നമ്മുടെ ഭാഷമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി.
എല്ലാവർക്കും സന്തോഷമുണ്ടോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഓർപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഓർപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ആ സങ്കല്പത്തിലേക്ക് വരികയാണ് കേട്ടോ. ഈ സങ്കല്പം ഇട്ടുകൊടുത്തു. അപ്പൊ പിശാചിനോട് വലിയ സങ്കല്പം പറഞ്ഞപ്പോൾ ഒരു സങ്കല്പം പിശാചിനോട് പറഞ്ഞല്ലേ, തുടരുന്ന പോലും കൽപ്പിച്ച ഒറ്റ സങ്കല്പം പറഞ്ഞുള്ളൂ. അടുത്ത സങ്കല്പങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ നിന്റെ കണ്ണ് തുറക്കും, ഈ പഴം കഴിച്ചാൽ നിന്റെ കണ്ണ് തുറക്കും, പിന്നെ നീ ദൈവത്തെ പോലെ നിനക്ക് നല്ല തിരിച്ചറിവുണ്ടാകും അല്ലേ? നമുക്കൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇനി ഇതെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ, ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നമ്മളങ്ങ് കേട്ടെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ പറയും, മറ്റുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല, നിനക്ക് ഇത് മനസ്സിലാകില്ല. ഇതൊരു വെളിപ്പാടാണ്, അത് പിശാചിൻ്റെ വെളിപ്പാടാണ്, അതല്ല ദൈവികമായ വെളിപ്പാടാണ്. ആമേ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ തിരുത്താൻ വലിയ പ്രയാസമാണ്. അപ്പോൾ പിശാച് തെറ്റിച്ച് കളയലും വഞ്ചനയിൽ കൊടുക്കുകയാണ്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ചെവിയിൽ ഓതിത്തന്ന് നമ്മുടെ ചിന്താമണ്ഡലത്തെ കുഴച്ചു കളയുന്ന പല കാര്യങ്ങളും ഇട്ടുതരും. പക്ഷെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ യോഗം വന്നിരിക്കല്ലേ, എന്നിട്ട് പറഞ്ഞു അവിടെയാണ് കളി മാറിയത്. ദൈവപുത്രനായ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നമ്മുടെ അടുത്ത് വരാതിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ അടുത്തും വരും, വന്നിട്ട് അവിടെ അങ്ങനെ ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ശരിയാകും. ആമേൻ. നമ്മളപ്പോൾ ഇത്തിരി ജഡമോഹിയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. രണ്ട് പെണ്ണ് കെട്ടണമെന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെയുള്ള മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും? പറയാതെ തന്നെ കെട്ടുന്നുണ്ട്. ഇപ്പൊ ദേവദാസന്മാർ വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ സഭയെന്ന് പോകും, കല്യാണം നടത്തിയെന്നാലോ ബാക്കിയുള്ള സഭയെന്ന് പോകും. ഏത് വേണമെന്നാണ് അതാ വിഷയം. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി സഭയിൽ നിന്ന് പോകണമെന്നാണോ നല്ലത്, സകല എല്ലാവരും കൂടെ ഇറങ്ങി പോകുന്നതാണ് നല്ലത്? അപ്പൊ ദൈവദാസന്മാര് ബുദ്ധിയുള്ളവരാണ്. അയ്യോ പോട്ടെന്നങ്ങ് വെക്കുന്നതാണ് നല്ലത്. പക്ഷെ ദശാംശം ഇച്ചിരി അധികം കിട്ടുന്നതാണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. പാസ്റ്റൊക്കെ പല പല സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ട് പാസ്റ്റൊക്കെ അറിയാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഇട്ടു തരികയാണ്. പിശാച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ടിരുന്ന ചിന്തകൾ ഇതാണ്. കല്ല് വിശദീകരിക്കല്ലേ, കല്ല് അപ്പമായിട്ട് ഞാൻ കൽപ്പിക്കും. കാരണം ഓസ് നല്ല പവറായിട്ടിരിക്കല്ലേ. നമ്മളും അങ്ങനെയാണേ. ഒരു 3 ദിവസം ഓസ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആരാ? ഞാൻ ഉപവസിച്ച് 3 ദിവസം ഉപവസിച്ചു, 21 ദിവസം ഞാൻ കഠിനമായിട്ട് ഉപവസിച്ചു, 40 ദിവസം ഞാൻ ഉപവസിച്ചു. ചിലർക്ക് അങ്ങനെയല്ല, യേശുക്രിസ്തുവിനെ കടത്തി വിട്ട് 41 ദിവസം ഉപവസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേണ്ടല്ലോ അല്ലേ? കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശു ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യുമെന്ന് അല്ലേ? അപ്പൊ കടത്തി വിട്ട് 41 ഒക്കെ അങ്ങ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അമ്മേ. അപ്പൊ ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആരാ അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ പിശാച് വരുന്നത് ഈ കല്ല് ഒന്ന് അപ്പമായി തീരാൻ കഴിയില്ല. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാരൊക്കെ നമ്മുടെ കൊച്ചി തന്നെ, എല്ലാം പേര് പറയുന്നില്ല, ഹല്ലേലൂയ, അവർ ദൂത് പറഞ്ഞിട്ട് പോയില്ലേ, മരിച്ചവരെ ഉയർപ്പിക്കും. ഇതിന് അങ്ങനെ ഒരു അഭിഷേകമുണ്ട്. നീ മരിച്ചവരെ ഉയർപ്പിക്കും, 1000 10,000 ലക്ഷങ്ങളിൽ സംസാരിക്കും, ഈ എറണാകുളം സ്റ്റേഡിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. എന്താ അല്ലേ? നമുക്കൊക്കെ ഇത് കേട്ട് ഒരു ആവേശം വരും. രോമത് എഴുതിട്ട് കണ്ടോ എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അത് ജനകീയമായിട്ടുള്ള ഫുട്ബോൾ കളിച്ച് ആരെങ്കിലുമൊക്കെ ആവേശത്തിൽ ഒരു ഗോൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ രോമൊക്കെ എഴുതിട്ട് വരികയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ കാണിച്ച ആളുകളങ്ങ് അങ്ങ് പരലോകത്തെത്തിക്കുകയാണ്. ഈ സങ്കല്പ ലോകത്ത് സ്വപ്ന ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇദ്ദേഹം അങ്ങ് സ്വപ്ന ലോകത്തായി. ഈ പറഞ്ഞ കക്ഷി മരിച്ചവരെ കേൾപ്പിക്കും. അവരുടെ ചർച്ചയിൽ ഒരു അമ്മച്ചി മരിച്ചു. അമ്മച്ചി കൊണ്ടുവരാൻ പറഞ്ഞു, ചർച്ചിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ചർച്ചിലേക്ക് കൊണ്ടുവന്ന് വെച്ചു, ഉയർപ്പിക്കാൻ പോവുക, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ തോന്നി. പ്രാർത്ഥിച്ചു. അമ്മച്ചി ഇന്ന് വരെ ഉയർത്താൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഉയർത്തും. ആ ഒരു പ്രത്യാശയോടുകൂടെ പിന്നെ എന്ത് ചെയ്തു? അടയ്ക്കേണ്ടി വന്നു. ബാക്കി നമുക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ. അദ്ദേഹത്തോട് ആരെയും ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്തൊരു അപമാനമാണ്, നാണക്കേടല്ലേ? നാണക്കേട് ആർക്കാ? ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് പറഞ്ഞു, യേശുവിനല്ലേ നാണക്കേട്? എങ്ങനെയുണ്ട്? അത് കൊണ്ട് അത് കർത്താവിൻ്റെ തല വെച്ചു കൊടുക്കും. അത് കർത്താവിനെ കിട്ടും. മഹത്വവും കർത്താവിന് അപമാനവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ചു കഴിഞ്ഞ ശേഷം അതും കൂടെ കർത്താവിൻ്റെ തല വെച്ചു കൊടുക്കാന്ന് എന്തൊരു കഷ്ടമാണ്.
ഈ ബോഷ്ക്ക് കേട്ട് സങ്കല്പ ലോകത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇതുപോലെ സങ്കല്പ ലോകത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയല്ലേ. ഇതാരുടെ വാക്ക്? ദൈവത്തിന്റെ വാക്കാണോ? മറ്റവർ നീ ഉയർത്തെഴുന്നേൽക്കാൻ പോകണമെങ്കിൽ കൊണ്ടുപോകാം, ഇപ്പൊ തന്നെ ഉയർത്തി ചേരാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അത് കർത്താവ് പറഞ്ഞതല്ല. ആമേ. ദൈവത്തിന്റെ ആലോചന ആണെങ്കിൽ അത് ഉയർത്തെഴുന്നേറ്റിരിക്കും. അങ്ങനെ രണ്ടുപേരെ കൊണ്ടുവന്ന് ഞാൻ കേട്ടത് കേട്ടോ. ഒരാളുടെ കാര്യമല്ല, രണ്ടുപേരെ അവർ കൊണ്ടുവന്ന് ഉയർപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമമൊക്കെ നടത്തി. യേശുക്രിസ്തു തന്നെ എത്ര പേരെ ഉയർപ്പിച്ചു? ലാസറെ ഉയർപ്പിച്ചു. പിന്നെ നയീമിന്റെ വിധവയുടെ മകളെ ഉയർപ്പിച്ചു. യായോസിന്റെ മകളെ. ഇതല്ലാതെ ലോകത്തുള്ള സകല മരിച്ചു പോകുന്ന ആൾക്കാരെല്ലാം കർത്താവ് ഉയർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉയർപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടായി. എന്നാൽ ഈ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നതാണ്. ഈ പ്രത്യാശയിൽ നിന്നാണ് ഇതെല്ലാം അടർത്തി മാറ്റിക്കൊണ്ടു പോകുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ചേർന്ന് നാം ഇതല്ലേ പ്രത്യാശ എന്ന് പറയുന്നത്? ഇതിൽ കൂടുതൽ എന്ത് പ്രത്യാശ കർത്താവ് തരാനുള്ളത്? ഇതിലല്ലേ വിശ്വസിക്കേണ്ടത്? ഇതല്ലേ യാഥാർത്ഥ്യം? ഇതല്ലേ സത്യം? ഈ സത്യത്തെ വിശ്വസിക്കേണ്ടതിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് കൂട്ടിയിട്ട് പ്രയോജനമുണ്ടോ? ഒരിക്കലായി ഭരണേൽപ്പിച്ച വിശ്വാസം. ആമേ. ഈ സങ്കല്പ ലോകത്തിലേക്ക് കൊടുക്കി വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കളയുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ പല പ്രസംഗങ്ങളും അങ്ങനെയാണ്. നീ വിശ്വസിക്കുക, ഹല്ലേലൂയ, എനിക്ക് ഹെലികോപ്റ്റർ കിട്ടും, നീ വിശ്വസിക്കുക, നീ സ്വന്തമായിട്ട് നീ ഫ്ലൈറ്റ് വാങ്ങും. ഹല്ലേലൂയ. പണ്ടൊരാൾ പറഞ്ഞതാണേ, ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പറയുക, ബസ്സിനകത്തുകൾ ആരാധന തുടങ്ങാൻ പോവുകയാണ്. ബസ്സിനകത്ത്, ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത്. ഇപ്പോൾ KSRTC തിരുവനന്തപുരത്ത് അവിടെ നിങ്ങളുടെ പുറപ്പെടുമ്പോൾ ഇവിടുന്ന് ഒരു ആരാധന ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ട് ഇവിടുന്ന് ഒരു ബസ് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ചിന്തിച്ച് ഇത് 1000 ആണ്ട് വായിച്ചാലെ കാര്യമല്ലേ ഈ പറയുന്നത്? അവിടെ പോലും വാസന ബസ്സിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല അവിടെ. ഏത് ലോകത്തെ കാര്യം ഈ പറയുന്നില്ലേ? നമ്മൾ ഈ വെറുതെ ഇങ്ങനെ മനക്കോട്ട കെട്ടി എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ച് മനുഷ്യരെ തെറ്റിക്കാൻ നോക്കുകയല്ലേ? കൈയടി വാങ്ങാൻ നോക്കുക. ഹല്ലേലൂയ. പുള്ളി വലിയ പ്രാർത്ഥന വരുന്നതാണെന്ന് അവിടെ പറഞ്ഞു. നമ്മൾ എങ്ങോട്ടാ പോകും? അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ഇത് വചനം അറിയാവുന്ന ഒരു പ്രത്യേകതയാണ്. വചനം ഉള്ളത്തിലുണ്ടെങ്കിൽ വചനം കയറി വന്നോളൂ. ഈ വചനത്തോടെ ഈ സംസാരിക്കുന്നത്. ആമേൻ. അവൻ പറയുകയാണ്, വചനം പറയുകയാണ്, യേശു പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന. ഇനി എത്ര പേരുണ്ട് ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം കൊണ്ട് ജീവിക്കാൻ തയ്യാറായ എത്ര പേരുണ്ട്? ആമേൻ. ഭക്ഷണം കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്, ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കും. സാമ്പത്തികം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കും. സാമ്പത്തികം ഇല്ലെങ്കിൽ കർത്താവ് ചിലത് ചെയ്യും. ചില ആൾക്കാർ പണത്തിന്റെ പുറകെയാണ്. പണം ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാം. പണത്തിന് മീതെ പരുതും. അങ്ങനെ എനിക്ക് ഒറ്റ പരുത്തത്തിൽ പറക്കാൻ പാടില്ലായിരുന്നു. അംബാനിയുടെ വീടിന്റെ മേളിൽ കൂടെ പോയി പരുത്ത് തുറക്കുന്നുണ്ട്. ആമേൻ. കടപ്പുറത്ത് നല്ല ഒന്നാം തരം നീ അതിന്റെ മേളിൽ ഏറ്റവും കൂടുതൽ പരുത്ത് തുറക്കുന്നത്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ കൊണ്ടുവന്നെങ്കിലും പണമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാം. പണമില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലേ? ആമേൻ. പണം വേണ്ട സ്ഥാനത്ത് കർത്താവ് പണം തരും. സൗഖ്യം വേണ്ട സ്ഥാനത്ത് മെഡിസിൻ അല്ല തരുന്നത്, സൗഖ്യം കർത്താവ് തരും. നല്ല ഉറക്കം വേണമെങ്കിൽ നല്ല ബെഡും നല്ല AC റൂമും അല്ല കർത്താവ് തരുന്നത്, നിനക്ക് നല്ല ഉറക്കം തരും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ആവശ്യം ഭക്ഷണം വേണ്ട സമയത്ത് എന്നാൽ പിന്നെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് കൊടുക്കാം എന്നല്ല കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഭക്ഷണമാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നേ. എൻ്റെ അളിയനും പെങ്ങളോട് വന്നല്ലോ, നിങ്ങൾ കണ്ടല്ലോ. പെങ്ങളും കുടുംബവും
ഇവിടുത്തെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ തന്നെ ഡൽഹിയിൽ ഒരു റൂമിൽ അവർ താമസിക്കുകയാണ്. ചെറിയ വീടാണ്, ഞാനവിടെ പോയിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവരന്ന് താമസിക്കുന്നത് വളരെ ചെറിയ വീട്ടിലാണ്, വളരെ ദാരിദ്ര്യത്തിലും വളരെ പട്ടിണിയിലും ഒരു ജീവിച്ചതാണ്. വളരെ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ സംഭവിച്ചു. ഇവിടെ നിന്ന് ഒരു ആൾ കൊണ്ടുപോയതാണ്. അവിടെ ഒരു ചർച്ചുണ്ട്, വലിയ പാസ്റ്റായിട്ടിരിക്കാണ്ട് കൊണ്ടുപോയതാണ്. അവിടെ പാസ്റ്റൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ 2-3 വിശ്വാസികൾ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ആളുകളായിരുന്നു. ഇവർക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. ഇതൊക്കെ ഒന്നും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ നടന്നു പോയതാണ്. പാസ്റ്റർക്ക് എന്താ ആവശ്യം? സാമ്പത്തികമാണ് ആവശ്യമെന്ന് നമ്മൾ പറയും. പക്ഷെ അവരുടെ ആവശ്യം എന്താണെന്നറിയാമോ? അവർക്ക് ഭക്ഷണമാണ് ആവശ്യം. അതല്ലേ അവരിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴേ വൈകിട്ട് ഒരു സഹോദരൻ കയറി വരിക. അവർക്ക് 2 സഞ്ചിക്കാത്ത നിറയെ സാധനങ്ങളുണ്ട്. ഇവർക്ക് വേണ്ട സകല സാധനങ്ങൾ അതിനകത്തുണ്ട്. അരിയുണ്ട്, പയറ്, പരിപ്പ്, മുളക് പൊടി, തേയില, പഞ്ചസാര എന്ന് വേണ്ട എണ്ണ, സകല സാധനങ്ങൾ ഇയാൾ വാങ്ങിച്ചോണ്ട് വരികയാണ്. ദൈവം എത്ര വിശ്വസനം. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ പോയി ഇത് വാങ്ങിക്കാവുന്നതല്ല. പൈസ ഉണ്ടെങ്കിൽ നീ പോയി വാങ്ങിക്കണ്ടേ? ഇത് പോകണ്ട, അകത്ത് വന്നില്ല സാധനം. ഇന്നിപ്പോൾ ഓർഡർ കൊടുത്ത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഓർഡർ കൊടുത്ത് വരുത്തിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഇത് വരുത്തിക്കുകയല്ല, ദൈവം കൊണ്ടുവന്ന് കൊടുത്തതാണ്. അവൻ അതിന് കാശ് കൊടുക്കണ്ടേ? ഇത് കാശ് കൊടുക്കണ്ടെന്നേ. കാശല്ല ഇതിൻ്റെ നല്ല വിജയം. ദൈവം കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? എല്ലാ സാധനങ്ങളും എന്ത് വേണം അതെല്ലാം കർത്താവ് കൃത്യമായിട്ട് നമ്മളെ അറിഞ്ഞ് തരുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓർക്കണം. അപ്പോൾ ഇത് പണത്തിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ആവശ്യം കർത്താവ് ഇത് തരുമെന്നേ. പണം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മേക്ക് മണി ആൻഡ് ഡു മിനിസ്ട്രി. ചില ആൾക്കാർ പറയുന്നതാണ്, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. മേക്ക് മണി ആൻഡ് ഡു മിനിസ്ട്രി. പണം ഉണ്ടാക്കിയിട്ട് മിനിസ്ട്രി ചെയ്യാനാണ് പറയുന്നത്. ഇന്നേ വരെ ഞാൻ പണം ഉണ്ടാക്കിയിട്ടല്ല മിനിസ്ട്രി തുടങ്ങിയത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇറങ്ങിയത് തന്നെ. ഞാൻ ഡൽഹിയിൽ ഹരിയാനയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഹരിയാനയിൽ ഒരു ജോലി കിട്ടി. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് കേട്ടോ, വലിയ നല്ലൊരു ജോലി, ഒരു വിധം കുഴപ്പമില്ലാത്ത ജോലി. ഞാൻ വലിയ ജോലിയൊന്നും അല്ല, എങ്കിലും ഒരു വിധം ചെക്ക് പോസ്റ്റിനകത്താണ്. അതിനകത്തൊരു ജോലി കിട്ടി. അന്ന് ഇവിടെയൊക്കെ 2000 രൂപ സാലറിയുടെ സമയത്ത് എനിക്ക് 4000 രൂപ സാലറി ഉണ്ട്. 1500 2000 അന്നുള്ള സാലറികൾ. ആ സമയത്ത് എനിക്ക് അവിടെ 4000 രൂപ അവിടുത്തെ സ്റ്റാർട്ടിങ് സാലറി ഉണ്ട്. സ്റ്റാർട്ടിങ് സാലറിയാണ്. അപ്പോൾ അതിൽ കൂടാൻ സാധ്യത. ഞാൻ എൻ്റെ ജീവിതകാലം സേഫായിട്ട് ഞാൻ വിചാരിച്ചു. ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ച് അലഞ്ഞ് തിരിഞ്ഞൊക്കെ കുറച്ചൊക്കെ നടന്ന് ഇച്ചിരി പിന്മാറ്റത്തിലൊക്കെ പോയി പിന്നെ ഒടുവിൽ ഈ ജോലിക്ക് വന്ന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതമൊക്കെ സേഫായി. ഇനി ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സാലറിക്ക് എനിക്കുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ 1 മാസത്തെ ശമ്പളം ഞാൻ വാങ്ങിച്ചു. അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുന്നതിന് മുമ്പ് കമ്പനി കൂട്ടിപ്പോയി. അതിനാണ് സ്വത്രം പറഞ്ഞത്. അവരൊക്കെ സ്വത്രം പറഞ്ഞു. ഹല്ലേലൂയ. ആ കമ്പനി കൂട്ടിപ്പോയി. ഞാൻ പ്രതീക്ഷ വെച്ചിരുന്ന കമ്പനി കൂട്ടിപ്പോയി. അത് സേഫ്റ്റി ഗ്രൂപ്പിന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കോടീശ്വരന്മാരുടെ കമ്പനി എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. ഡബിൾ ബാരൽ തോക്കുമായിട്ട് 2 പേര് അപ്പുറത്തും സാറന്മാരൊക്കെ കൊണ്ടുപോയി പണം കൊണ്ടുപോയി ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ കമ്പനി. അപ്പോൾ ഞാൻ ഒരാഴ്ച കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു. കാരണം ഇവരെ നിസ്സാരക്കാരല്ലല്ലോ, മാനുഷികമാതും നിസ്സാരക്കാരല്ലല്ലോ. ഇത്ര വലിയ ആളുകൾ, വലിയ കോടീശ്വരന്മാരല്ലേ. വീണ്ടും തുറക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതെ ഞാൻ നമ്മുടെ അവിടെ ആട്ടി ഓടിച്ചോളൂ. ഞാൻ അതും കേട്ടോണ്ട് നേരെ എൻ്റെ പെങ്ങളൊക്കെ താമസിക്കുന്ന ഡൽഹിയിലേക്ക് അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞിരിക്കൊരു 3 ദിവസം ഉപവസിക്കണം പറഞ്ഞു. എനിക്കായിട്ട് വെച്ചതുപോലെ കിങ്സ്വേ ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 3 ദിവസം ഉപവാസ പ്രവർത്തനം വെച്ചു. അവിടെ ഇരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥന, കർത്താവേ ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങേണ്ടവനാണെങ്കിൽ ചില സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങളുടെ പുറത്ത് വാസ്തവത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയിരുന്നു. എനിക്ക് വാസ്തവത്തിൽ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ബൈബിൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കർത്താവിനെ പറഞ്ഞു, കർത്താവ് എനിക്ക് ഈ 2 വർഷം പൂർത്തീകരിക്കാം. കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതനുസരിച്ച് പഠിക്കുകയും ചെയ്തു. അതനുസരിച്ച് മുന്നോട്ട് പോയി. ദൈവം ഇത് പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ നൽകി. നല്ല അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ ശേഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ വീണ്ടും ചില വിഷയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനകത്ത് പതുക്കെ നടന്ന് മാറാൻ തുടങ്ങി. നമ്മൾ പറയും ഞാൻ ഒറ്റക്കാണെങ്കിൽ നിൽക്കും, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ കൂട്ടുകെട്ടുകൾ ഈ മാറുന്നതിനനുസരിച്ച് പതുക്കെ നമ്മൾ വഴുതാൻ തുടങ്ങും. നമ്മൾ അറിയില്ല. നമ്മൾ പയ്യെ നമ്മൾ ആദ്യമൊക്കെ അവരോട് സുവിശേഷം പറയും, അവരോട് നല്ലോണം ഇങ്ങനെ പോകരുത് അങ്ങനെ പോകരുത് പറയും, നീ വീഡിയോ വലിക്കരുത് പറയും. ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്കറിയും മനസ്സിലാകുന്നത് ഞാൻ എവിടെ എത്തിയെന്ന്. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിയതാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ വാസ്തവത്തിൽ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ?
ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചിട്ടുണ്ടോ? പലരും എൻ്റെ തലയ്ക്ക് വെച്ച് ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ വിളിയുള്ളവനാണ്, അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ ഞാൻ വിളിയുള്ളവനാണ്. ദൈവം എന്നോട് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ഈ മനുഷ്യരോട് മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ, എന്തുകൊണ്ടാണ് ദൈവം എന്നോട് സംസാരിക്കാത്തത്? ഞാൻ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു. 3 ദിവസം ഇരുന്നു. 3-ാമത്തെ ദിവസം ഉച്ചയപ്പത്തിന് പ്രാർത്ഥന കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് വൈകിട്ട് കഴിക്കുന്നുള്ളൂ. കാരണം എന്നോട് അതുവരെ ദൈവം സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ദൈവശബ്ദം എനിക്ക് കേൾക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവശബ്ദം കേൾക്കണം? എന്നോട് സംസാരിച്ച കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇങ്ങനെ കൈ പൊക്കാത്തവരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇരുന്ന് കൊടുത്താണ്. ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ വിങ്ങിപ്പൊട്ടി ദൈവത്തിൻ്റെ സന്നിധി കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി ഇരുന്നു. കർത്താവേ, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയാണ്, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം. അല്ല, ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് ദൈവ സുവിശേഷ വേലയാണ്, ദൈവദാസനായിട്ട് പാഷായിട്ടിരിക്കുന്നത് താല്പര്യമില്ലായിരുന്നു. അല്ലയ്യ, അന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എനിക്ക് മനസ്സിലായത് ദൈവശബ്ദം കേൾക്കുന്നത് ഈ ചെവിയിലല്ല കേട്ടോ, കാണുന്നത് നമ്മളെ ഈ നഗ്നനേത്രം കൊണ്ടുമല്ല. അങ്ങനെ ചിലർ കാണുമോ, ചിലർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവം എൻ്റെ ഉള്ളത്തെ തുറന്നു, എൻ്റെ ഹൃദയത്തെ തുറന്നു, എൻ്റെ ആത്മമണ്ഡലത്തെ തുറന്നു, സ്പിരിച്വൽ റെലാണെന്ന് തുറന്നിട്ടുണ്ടല്ലോ. കർത്താവ് എന്നെ ചിലത് കാണിക്കാൻ തുടങ്ങി. അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ദൈവത്തിൻ്റെ ഒരു പുസ്തകത്തിനുള്ളിൽ തുറക്കുന്നത് പോലെ തുറന്നിട്ട് എൻ്റെ ചെറുപ്പത്തിലെ ജീവിത രീതികൾ പോലും കർത്താവ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിമിഷം കൊണ്ടാണ്, സെക്കൻഡുകൾ കൊണ്ടാണ് മറന്നു പോകും. കർത്താവ് എന്നോട് ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് വിളിയുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കർത്താവ് നിനക്ക് വിളിയുണ്ടെന്ന് ദൈവം ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പക്ഷെ എന്നോട് അങ്ങനെ ചോദിച്ചു കർത്താവ്. എന്താ കാര്യം അറിയാമോ? ഇത് കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, വിളി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ദൈവം ചെറുപ്പം മുതൽ. നിനക്ക് എങ്ങനെ ദൈവത്തെ മനസ്സിലായി? ഇതാണ് സത്യം. ദൈവം നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ 2ാമത് പഠിക്കുമ്പോൾ രക്ഷയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കൂടുതലുള്ളത് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ സ്കൂളിൽ കൊണ്ട് 5ാം ക്ലാസ്സിൽ കൊണ്ട് ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കുമായിരുന്നു സ്കൂളിൽ. ആദ്യ ദിവസം സന്തോഷം വാങ്ങിച്ചു, പിന്നീട് എന്നെ ഇടിയാണ്. മാതാപിതാക്കൾ പറഞ്ഞു വിട്ടേക്കുന്നത് അവനെ തല്ലി കൊല്ലേണ്ടത്, ഇത് മാറ്റണം, നീ വീട്ടിലേക്ക് വന്നേക്കുന്നതോടെ അവനെ തല്ലി കൊല്ലേണ്ടത്. പിന്നെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് പിള്ളേർ പിന്നെ വെറുതെ ഇരിക്കും. പിന്നെ ഇടി കുത്തും ചവിട്ടും ഒക്കെ ആയിട്ട് പിന്നെ കുറേ നാൾ അങ്ങനെയായിരുന്നു. അതല്ലേ ബസ്സിൽ കയറിയാൽ ബസ്സിൽ ട്രാക്ടർ. ഞാൻ എറണാകുളം റിവൈവ് സെൻ്ററിൽ ചർച്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. അതല്ല, ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കാണിച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളത്തിൽ നൽകി തന്നിരിക്കുന്ന ദൈവ വിളിയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുക. നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? എൻ്റെ ആത്മപ്രേരണയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലുള്ളതുകൊണ്ടാണ് നീ അത് ചെയ്തത്. ഇങ്ങനെ ദൈവികമായ വിളിയെക്കുറിച്ച് ഒരു വലിയൊരു സംഭവം എനിക്ക് കാണിച്ചു എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് വിളിയുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് വിളിയുണ്ട്, എന്നാൽ ഇതിന് അറിയിക്കൊള്ളാം. ആ നിമിഷമാണ് ഞാൻ ദൈവത്തിൻ്റെ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നത്. ഹല്ലേലൂയ. സമർപ്പിച്ച് ഞാൻ ഇറങ്ങിയ ഉടനെ ഗോവിന്ദപുരി, കൽക്കാജി ഗോവിന്ദപുരി എന്ന സ്ഥലത്ത് എനിക്ക് ഒരു പാസ്റ്ററായിട്ട് എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. അവിടെ ചർച്ച ഉണ്ട്, നോക്കി നടത്താമോ എൻ്റെ സ്നേഹിതനെന്ന് ചോദിച്ചു. എൻ്റെ സ്നേഹിതനല്ല, വാസ്തവത്തിൽ അവരുടെ സ്നേഹിതനാണ്, എന്നോട് എൻ്റെ സ്നേഹിതനാണ്. അതിനുശേഷം അവിടെ ഞങ്ങൾ പരിചയപ്പെടുന്നത് വാസ്തവത്തിൽ. ഹല്ലേലൂയ. അദ്ദേഹം എന്നെ ആവശ്യപ്പെട്ടു കടന്നു വന്ന സഭാചാരം നടത്താൻ. ഞാൻ നടത്താമോ എന്ന് ചോദിച്ചു. ഞാൻ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വിളി കേട്ട് അങ്ങനെ ഇറങ്ങി. അന്ന് മുതലാണ് ഞാൻ സഭാചാർജ് ഏറ്റെടുക്കുന്ന ദൈവവേലയിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് മുതൽ ഒത്തിരി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ എൻ്റെ ആൻറ്റി പെരോടയിലുണ്ട്. പെരോടയിലുള്ള ആൻറ്റി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഏത് നിമിഷത്തിൽ അവിടെ എത്തുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. അന്ന് ഫോണൊന്നുമില്ല. പെട്ടെന്നായിരിക്കും പെരോട സ്റ്റേഷൻ ഇറങ്ങിയിട്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്, ആൻറ്റി ഞാൻ വന്നിട്ടുണ്ട്, വീട്ടിലേക്ക് വിടുകയാണ്. ചിലപ്പോൾ വീടിന് മുമ്പിൽ രാവിലേക്ക് ചെന്നിട്ട് ഇവർ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നില്ലേ, ഞാൻ വിളിക്കണ്ട, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്നെ കണ്ടാവുന്ന ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട്. 10-20 കിലോമീറ്ററുകളുണ്ട്. ഹല്ലേലൂയ. നേരെ വിളിക്കണം. ഞാൻ 3:30 വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതാണ്. പിന്നെ വെറുതെ ചുമ്മാ ഓട്ടോയ്ക്ക് പോവുകയാണെങ്കിൽ അരമണിക്കൂറിൽ അവിടെ. ഹല്ലേലൂയ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. എൻ്റെ ആൻറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ ഈ അലച്ചിൽ എന്ന് മാറണം. ഒരു കയ്യിലൊരു ഗിറ്റാറും ഉണ്ടാകും, ഒരു ബാഗും ഉണ്ടാകും. ഇതുകൊണ്ട് അപ്പോഴും നടക്കും. വെട്ടിക്കാരൻ നടക്കുന്നല്ലോ, തോക്കും കൊണ്ട് നടക്കുന്ന പോലെ ഈ ഗിറ്റാർ അപ്പോഴും കയ്യിലുണ്ടാകും, ഈ വലിയ വാണ്ടക്കെട്ടൊരു ഒരു ബാഗും ഉണ്ടാകും. ഇതും കൊണ്ടത് നടക്കും. അതല്ല, നടന്ന് എൻ്റെ അലച്ചിൽ ദൈവം മാറ്റി. എങ്ങനെ മാറിയെന്നറിയാമോ? ദൈവശബ്ദം കേട്ടപ്പോൾ. ഇന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ദൈവശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഇരിക്കുന്നതെങ്കിൽ, ദൈവാത്മാവ് എന്നോട് സംസാരിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അങ്ങനെ ഇരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മ വിലോട്ടുകൊണ്ടിരിക്കുക.
എനിക്കറിയാം ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പലർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ചില മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്ന എനിക്ക് കാണാം. ഹല്ലേലൂയ. അത് തുറന്നിട്ടുണ്ട്. ചിലരോടുള്ള ബന്ധത്തിലൊക്കെ അത് തുറന്നിട്ടുണ്ട്. ആമേൻ. അങ്ങനെ ചിലതിനെ ദൈവം കാണിക്കാൻ പോവുകയാണ്. ഈ നാളിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ചില കാണേണ്ട ചില ദൈവിക വെളിപ്പാടുകൾ, തിരിച്ചറിയേണ്ട മേഖലകളിൽ ചിലതിനെ തിരിച്ചറിയത്തക്കവണ്ണമുള്ളതായ ആ മണ്ഡലത്തെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവസേന സമർപ്പിക്കുക. സംസാരിച്ചിട്ടില്ല, ദൈവനോട് ഇടപെട്ടിട്ടില്ല, ദൈവനോട് ഒരു വെളിപ്പാടിലേക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവമായിട്ട് സംസാരിക്കും. തീർച്ചയായും സംസാരിക്കും. ഞാൻ ആദ്യമേ തുടങ്ങി വെച്ചത് എന്താണ്? ഹല്ലേലൂയ. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയല്ലോ വന്നത്. പക്ഷെ ആദ്യം തുടങ്ങി വെച്ചതിനെ ദൈവം സംസാരിക്കുന്നല്ലേ? ഹല്ലേലൂയ. ദൈവം സംസാരിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് സംസാരിക്കുന്നത് വേറൊരാളാണ് കേൾക്കുന്നതെങ്കിലോ? ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണ് കേൾക്കുന്നത്. പ്രവാചകൻ എന്തുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വരുന്നത്? അവൻ ദൈവത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാവുന്നതുകൊണ്ടാണ് ജനത്തോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നത്. അവരിരിക്കാൻ തയ്യാറല്ല, അവർ കറങ്ങി നടക്കുക. കണ്ടോ, നീ പ്രാർത്ഥിച്ചൊരു ആലോചന പറ, ആ 10 ദിവസം കഴിഞ്ഞിട്ട് പോവാം. 10 ദിവസം പുള്ളി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അവർ കറങ്ങി നടക്കുകയാണ്. നമ്മളും അങ്ങനെയല്ലേ, പാസ്റ്ററിന് കരാറ് കൊടുത്തിരിക്കുകയാണ്, പാസ്റ്ററിനെ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മളിരിക്കുമോ? നമ്മളിരിക്കണം. വ്യക്തമായി ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ദൈവസനെ മുഴങ്കാലം മുടക്കി ഇരുന്ന ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളത്തിൽ കയറിപ്പെടണം. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഭാഗം ശ്രദ്ധയെ കൊണ്ടുവരികയാണ്, നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ വചനം അല്ലെ, വചനം കൊണ്ട് ഞാൻ ജീവിക്കും. ആ വചനമാണ് ഏത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. എന്നോട് ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടു. വായിൽ കൂടി വരുന്ന വചനം അല്ലേ, തിരുവഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വചനമുണ്ട്, എഴുത്തുകൾ വായിക്കേണ്ട വചനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കണം. വചനപ്രകാരമുള്ള ജീവിതം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുള്ളൊരു ജീവിതം, ദൈവത്തിൽ നിന്ന് കേട്ടുള്ളൊരു ജീവിതം, അവൻ ദൈവത്തിൽ നിന്ന് ദർശനങ്ങൾ പ്രാപിച്ചുള്ളൊരു ജീവിതം, ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ളൊരു ജീവിതം. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഈ നാളിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം അവരോട് ഇടപെടാൻ തുടങ്ങും. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, നമ്മളൊക്കെ അപ്പം കൊണ്ട് ജീവിക്കുന്നവരാ കൂടുതലല്ലേ. അപ്പം കൊണ്ട് മാത്രമല്ല ജീവിതം തിരിച്ചറിയുന്നത് ദൈവത്തിൽ ചില പ്രാപിക്കുമ്പോഴാണ്. ആമേൻ. ഹല്ലേലൂയ. ഇനി അടുത്തൊരു ചോദ്യം, ഗോപുരത്തിന്റെ അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് നീ താഴേക്ക് അങ്ങ് ചാടിക്കോ. എടുത്തുചാട്ടം പ്രോത്സാഹിപ്പിക്കുന്ന നേരം. ഹല്ലേലൂയ. നമ്മൾ ഈ പത്രോസിനെ കുറിച്ച്, പത്രോസ് എടുത്തുചാട്ടക്കാരനാണെന്ന് പറയാം. ശരിയാ, പത്രോസ് എടുത്തുചാട്ടക്കാരനാണ്. അതുകൊണ്ടാ പത്രോസിനോട് യേശു ഒരിക്കൽ പറഞ്ഞ പിശാച് പറഞ്ഞില്ലേ, സാത്താനെ നിന്നെ വിട്ട് പോ. നീ ദൈവത്തിനുള്ള മനുഷ്യർക്കുള്ളതാണ് നീ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്ത മാനുഷികമാണെങ്കിൽ, മനുഷ്യർക്കുള്ള ചിന്തയാണെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നതാണ്? ഹല്ലേലൂയ. ആമേൻ. പിശാചിൽ നിന്ന് വരുന്ന ഒരു സംശയം വേണ്ട. ദൈവത്തിനുള്ള ചിന്തയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ എടുത്തുചാട്ടം പ്രോത്സാഹിപ്പിക്കുന്നത് പിശാചാണ്. ഇന്ന് പകരം തിരിച്ചറിയണം, നമ്മുടെ ലക്ഷ്യങ്ങളെ തെറ്റിച്ച് കളയാൻ, ദൈവികമായ പദ്ധതിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ വേണ്ടി പല എടുത്തുചാട്ടത്തിനും പിശാച് പ്രോത്സാഹനം നൽകുന്നു. എടുത്തുചാട്ടം വചനം തന്നെയല്ലേ പറഞ്ഞത്? നിന്നെ കുറിച്ച് ദൈവദൂതന്മാരോട് കൽപ്പിച്ചിട്ട് ദൂതന്മാർ തന്നെ താങ്ങിക്കൊള്ളുമല്ലോ. കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം വചനഭാഗം തന്നെ എടുത്തങ്ങ് പറയുകയാണ്. എടുത്തിയാട്ടം ഇന്ന് ചില പ്രസംഗങ്ങൾ കേട്ടാൽ അറിയാം, എടുത്തിയാടാനാണ്. ദയവ് ചെയ്ത് എൻ്റെ പൊതു സുഹൃത്തുക്കളെ എടുത്തു ചാടല്ലേ, അത് പൈശാചികമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ദൈവം പറയുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്ക്. അവിടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വഴികൾ, വാതിലുകൾ നിന്റെ മുമ്പാകെ തുറക്കപ്പെടും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ അടിച്ചിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചിട്ട് അബ്രഹാം പുറപ്പെട്ടത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവം സംസാരിക്കാതെ ഞാൻ അങ്ങ് പോവുകയാണ്, ദൈവം എന്നെ കാത്തോളാൻ പോവുകയല്ലായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, ഇവിടെ നിന്നിട്ട് ഞാൻ ഗതി പിടിക്കാത്തത്, എന്നാ പിന്നെ ഇറങ്ങിയേക്കാമെന്ന് പറഞ്ഞാൽ എഴുതിയാണെങ്കിൽ ഇറങ്ങുകയല്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ വാക്കിന് വില കൊടുത്ത്, ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തിട്ട് താൻ എന്ത് ചെയ്തത്? ഇറങ്ങി പുറപ്പെട്ടത് കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക്. കാണിപ്പാൻ ഇരിക്കുന്ന ദേശമുള്ള കണ്ടിട്ടില്ല, ഏതാ ദേശം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പാലം തേടി ഒഴുകുന്ന ദേശമാണ്. നല്ല സമൃദ്ധിയുള്ള ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നല്ല സ്വസ്ഥതയുള്ള ദേശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് നിന്നെ പുറപ്പെടുവിക്കാൻ പോകുന്നതിന് മുമ്പ് വചനം കേട്ട്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണോ?
ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കിന് പ്രാധാന്യം കൊടുത്തു. ഹല്ലേലൂയ. പത്രോസിനെ നോക്ക്, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കൊച്ചി ഭാഷ പറഞ്ഞവര് പൂഞ്ഞാട്ടിയെ പോലും ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? പൂഞ്ഞാട്ടി എന്ന് പറയാറുണ്ടോ? അല്ല, അതെ, എന്നുവെച്ചാൽ ചെറിയ മീനുണ്ടല്ലോ, ആ ചെറിയ മീനിങ്ങനെ ഈ തോട്ടിലൊക്കെ ഇങ്ങനെ മേളിലിങ്ങനെ പൊങ്ങി നടക്കുന്ന മീനുണ്ടല്ലോ, പൂത്തെന്നൊക്കെ പറയുമായിരിക്കും അല്ലേ? പൂഞ്ഞാൻ, പൂഞ്ഞാൻ അതല്ലേ. അപ്പം ഞങ്ങൾ കൊച്ചി ഭാഷ പറഞ്ഞ പൂഞ്ഞാട്ടി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെ പോലും കിട്ടിയത് സാധാരണ എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്. ചുമ്മാ കൊളുത്തിട്ടിട്ട് ഈ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മീനൊക്കെ ഇങ്ങനെ അടുത്ത് വരും, ചൂണ്ട മുട്ടിയാവും, അവരെ ഓടി വരും. അവിടെ കൊളുത്ത് മാത്രം ഇട്ടിട്ട് അതിനെ പൊക്കിയെടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ പോലും എടുക്കാൻ അതുപോലും കിട്ടിയില്ല. രാത്രി മുഴുവനും അധ്വാനിച്ചു, സകല പ്രയത്നവും ചെയ്തു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. പക്ഷെ പറയുന്ന കാര്യം എന്ന് പറയാം, യേശു പറഞ്ഞപ്പോൾ തന്നെ പറയാം, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ വാക്ക് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാവുന്ന ഈ നാളിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട്, യേശുവിന്റെ വാക്ക് കേട്ട്, ദൈവത്തിന്റെ ആലോചന പ്രകാരം വചനപ്രകാരം നീ വലയിറക്കാൻ നോക്ക്. ഹല്ലേലൂയ. നീ മുന്നോട്ട് ചൂടുകൾ വെക്കുന്നതിന് മുമ്പ് ദൈവശബ്ദം ഒന്ന് കേട്ടിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. അവിടെയാണ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അല്ല, ഇതൊരു ഊഹക്കച്ചവടമല്ല. ഹല്ലേലൂയ. ഊഹക്കച്ചവടമല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്കിന് വേണം വലയിറക്കാൻ. അവിടെയാണ് അത്ഭുതങ്ങൾ നടന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത് അറിയാമോ? ഈ ലോകത്തിലെ സകല മഹത്വങ്ങൾ കാണിച്ചിട്ട് പറയുകയാണ്, ഇതെല്ലാം നിന്റേതായി തീരും എപ്പോഴാണ്? ആമേൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവിന്റെ കാര്യങ്ങൾ അറിയാമല്ലോ. ആമേൻ. ഉടനെ തന്നെ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ട വചനം കൊണ്ടാണ് കർത്താവ് സകലത്തെ അതിജീവിച്ചത്. എഴുതപ്പെട്ട വചനവും പറയപ്പെട്ട വചനവും, നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. പിശാചിന്റെ നേരെ ഉപയോഗിച്ചത് ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചു. യുദ്ധം ചെയ്യാൻ വാൾ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ജീവിപ്പാൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം ഉപയോഗിച്ചു. ഹല്ലേലൂയ. പിശാചിനെ എതിർത്ത് നിൽക്കാൻ, പിശാചിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട വചനം, തിരുവെഴുത്തുകൾ ഉപയോഗിച്ചു. ആമേൻ. ജീവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ആ വചനം ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചാണ്. വചനം കൊണ്ട് ജീവിക്കാൻ മതി. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണം. വചനം കൊണ്ട് ജീവിക്കുകയും പിശാചിനെ വെറുതുമ്പോൾ വചനം കൊണ്ട് ജയിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് വേണ്ട ആത്മീയമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജീവിക്കാൻ ആവശ്യമായ ദൈവിക കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ദൈവിക കൃപകൾ നൽകുക. ഇന്ന് ജീവിക്കാൻ ആവശ്യമായ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കും. ഇന്ന് ജീവിക്കാൻ ആവശ്യമായ ബുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ബുദ്ധി നൽകി തരും. ഇന്ന് ജീവിക്കാൻ ആവശ്യം ദൈവിക ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ശക്തിയോടെ ജയോത്സവമായിട്ട് ദൈവം നമ്മെ വഴി നടത്താനിടയായി തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് സങ്കല്പങ്ങളിൽ കൂടി പോകാതെ കൃത്യമായി ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ കർത്തൃത്വത്തെ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ സങ്കല്പങ്ങളിൽ, അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ജഡത്തെ മലിനമാക്കുന്നു, മഹിമകളെ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു. പാസ്റ്റർമാരെ പിന്നെ അനുസരിക്കില്ല, മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഒന്ന് സ്വന്തം ജഡത്തെ തന്നെ മലിനമാക്കും, പിന്നെ ആരെ അനുസരിക്കുന്നില്ല. കർത്തൃത്വത്തെ തുച്ഛീകരിക്കും. ആരെങ്കിലും വന്ന് പറഞ്ഞത്, അത് ഞാൻ ദൈവം തമ്മിലുള്ള കാര്യം ഞാൻ ദൈവം തമ്മിൽ തീർത്തോളാം എന്ന് പറയും അല്ലേ? അത് ഞാൻ നോക്കിക്കൊള്ളാം, പാസ്റ്ററിന്റെ പണി എന്താണ്? ഹല്ലേലൂയ. എന്നോടൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേനും എന്നോട് ഡയറക്റ്റ് പറഞ്ഞില്ല, വേറെ ആരോട് പറഞ്ഞതാണ്. പുള്ളിക്ക് വന്ന് പ്രസംഗിച്ചിട്ട് അവിടെ കാശും വാങ്ങിക്കൊണ്ട് പോയാൽ പോലെ. ഹല്ലേലൂയ. വചനമായിട്ട് സംസാരിക്കണ്ടേ? ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ പ്രവർത്തനം പിടിച്ചില്ല. അമ്മേ, എല്ലാവരും കിട്ടുന്ന കാശും വാങ്ങിച്ച് പോയാൽ പോലെ. എന്താ തരുന്നത്? അങ്ങനെ തരാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ 100 തരും. അതെ, ഹല്ലേലൂയ. കിട്ടുന്ന കാശ് വാങ്ങിച്ചിട്ട് പോയി. അങ്ങനെ കിട്ടുന്ന കാശ് വാങ്ങിച്ചിട്ട് പോകും. കാശ് തന്നില്ലേ? ഞാൻ ആരോടും ചോദിച്ചിട്ടില്ലല്ലോ കാശ്. അവരുടെ കാശ് വെച്ചിട്ടില്ല. അവർ ചെല്ലുന്നതാ, ദൈവം അയച്ചിട്ട് വന്നു. ദൈവം തരുന്ന ദൂത് അറിയിച്ചു. വേണമെങ്കിൽ സ്വീകരിക്കുക. സ്വീകരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. വചനം അങ്ങനെ തന്നെ പറയുന്നു. നമ്മളാരും നിർബന്ധിക്കുന്നില്ല. അതിനൊരു വചനം പറഞ്ഞു കൊടുക്കും. ഇതാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇതനുസരിച്ച് പോയാൽ അനുഗ്രഹം പ്രാപിക്കും, ഇല്ലെങ്കിൽ ദൈവിക ശാപം ഇതിന്റെ മേൽ വന്നുകൂടി ന്യായവിധിക്ക് ഓഹരിക്കാരനായി തീരും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? സ്വപ്നാവസ്ഥയിലാകുന്നതുകൊണ്ടാണ്. സ്വപ്നാവസ്ഥയിലാകുമ്പോൾ ആദ്യം സ്വന്തം ജഡത്തെ തന്നെ മലിനമാക്കും. നമ്മൾ പാപം ചെയ്യാൻ തുടങ്ങും.
ആരെ അനുസരിക്കില്ല, ആകെ വകവെക്കത്തിൽ സ്വന്തം ഇഷ്ടം തന്നെ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആരും കൂട്ടാക്കില്ല, കർത്തൃത്വത്തെ തുച്ഛീകരിക്കും, മഹിമകൾ എന്ത് ചെയ്യും? ദുഷിക്കും. ദൈവത്തിൻ്റെ മഹിമകൾ, ദൈവത്തിൻ്റെ മഹത്വങ്ങൾ കാണുമ്പോൾ അതൊക്കെ വെറും ഒന്നുമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. ഒരു അത്ഭുതം കണ്ടുകഴിഞ്ഞാൽ അതിനെ ദുഷിക്കും. ഒരു സൗഖ്യം കണ്ടെങ്കിൽ ഓതൊക്കെ ചുമ്മാ ഹോസ്പിറ്റൽ സൗഖ്യം പ്രാപിച്ചതാണ്. അങ്ങനെ ദൈവം സൗഖ്യമാക്കുന്നതല്ല. അല്ലെങ്കിൽ അവന് അസുഖം ഇല്ലായിരുന്നു എന്ന് പറയും. മഹത്വം കാണുമ്പോഴും തുച്ഛീകരിക്കും. വിശ്വാസമുള്ളവൻ്റെ വിശ്വാസത്തെ പോലും തുച്ഛീകരിച്ച് കളയും. അതുകൊണ്ടാണ് ഈ സ്വപ്നാവസ്ഥ നമ്മിൽ വരാൻ ഇടവരാതെ വണ്ണം നമ്മൾ എന്തെന്ന് അറിയാമോ? ഇതിനെ ശാസിക്കുക. ഒരു വേദഭാഗം കൂടെ വായിച്ച് പെട്ടെന്ന് ഞാൻ വെറുതെ ലേഖനത്തിലുള്ള ഒരു വേദഭാഗമാണ്. പെട്ടെന്ന് ഓർമ്മന്നുകൊണ്ടാണ് അത് വായിക്കാൻ നിർത്തുന്നത് ശരിയല്ല, വചനത്തോട് കാണിക്കുന്ന നീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്താം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അല്ലല്ല, സങ്കല്പങ്ങളും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് 10-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം. അതിനൊരു വാക്കോട് ചേർത്ത് വായിച്ചു, ഒരു മേളിലേക്ക് വായിച്ചു. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ, 4-ാമത്തെ വാക്യം മുതൽ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ. ഹല്ലേലൂയ. നമുക്കൊരു ആയുധമുണ്ട്, ജഡികമല്ലാത്ത ആയുധം. ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികമല്ല, അത് കോട്ടകൾ ഇടിപ്പാൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ, ഇത് ദൈവസന്നിധിയിലാണ് ശക്തിയുള്ളത് കേട്ടോ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുടങ്കാലം മുടക്കുമ്പോൾ അവിടെ നിന്നാണ് ശക്തി പ്രാപിക്കുന്നത്. അവയാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, നേരത്തെ വായിച്ചില്ലേ? ഇതിനൊക്കെ ഇടിച്ചു കളയണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ദൈവിക ശക്തി വേണം. ഈ ദൈവിക ശക്തിയാൽ അതിനെ തകർത്ത് കളയണം. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി തിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികയോളം എല്ലാ അനുസരണത്തിനും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. നമുക്കൊരു ഒരുക്കമുണ്ടാകണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഈ നാളിൽ കോട്ടകൾ ഇരിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളതാണ്. ആമേൻ. അത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം അറിയാമോ? സങ്കല്പങ്ങളെ, ക്രിസ്തുവിന്റെ വചനത്തിന് വിരോധമായുള്ള ചില സങ്കല്പങ്ങളുണ്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള ചില ചിന്തകളുണ്ട്, ചില ഉയർച്ചകളുണ്ട്. ഇതിനെല്ലാം ഇടിച്ചുകളാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉയരാൻ നോക്കരുത്. ഈ സങ്കല്പങ്ങളെ മൊഴിയങ്ങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വാങ്ങും ഇത് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൂട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കല്പങ്ങൾ മുഴുകി ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത്. ഇതിനെല്ലാം എന്തിയാണ്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുവാ. ഇടിച്ചു കളയാൻ എന്ത് വേണം? നമുക്ക് പോരിന്റെ ആയുധങ്ങൾ വേണം, ജഡികങ്ങളല്ലാത്ത ആയുധങ്ങൾ വേണം. അതുകൊണ്ട് സങ്കല്പത്തെ ഇരിക്കാൻ സാധിക്കും. കോടാലി കൊണ്ട് വെട്ടാൻ സാധിക്കത്തില്ല ഇതിനെ. ഹല്ലേലൂയ. വാളുകൊണ്ട് തോക്കൊണ്ട് വെടിവെക്കാനൊന്നും പറ്റത്തില്ല ഇത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കല്പങ്ങളെ ഇടിച്ചു കളയുക. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് പൊങ്ങുന്ന ചില ചിന്തകൾ, പൊങ്ങുന്ന ചില ആലോചനകൾ, ഇതിനെല്ലാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധം പൊങ്ങുന്ന എല്ലാത്തിനും ഇടിച്ചു കളഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. അനുസരണമുള്ളവരായി, അനുസരണക്കേടിന് പ്രതികാരം ചെയ്യുന്നവരായി, ഹല്ലേലൂയ, ഒരുങ്ങിയിരിക്കുന്നവരായി നമുക്ക് മാറാം. അതിനെ സഹായിക്കട്ടെ. ഫ്രൈയാണ് ഒരിക്കൽ കൂടെ ആ വേദഭാഗത്തിൽ പറയുന്നു, നിങ്ങൾ സങ്കല്പങ്ങൾ. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയായി. നാം സ്വപ്നാവസ്ഥയിലാകാതിരിപ്പാൻ നമ്മെ കർത്താവിനെ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവം നടയട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തുതിക്കുന്നു പിതാവ്, ഞങ്ങൾക്ക് നൽകിത്തുന്ന ആലോചന പ്രകാരം ജീവിക്കേണ്ടതിന് കർത്താവെ അവിടെ ഞങ്ങൾക്ക് ശക്തി നൽകുമാറാകണമേ. ഹല്ലേലൂയ. എല്ലാ സങ്കല്പങ്ങളും മാറട്ടെ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടൊഴിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ഇടിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ തകർത്ത് മാറ്റുന്നു. ഹല്ലേലൂയ. അനുസരണത്താൽ ഞങ്ങൾ അതിനെ തകർത്ത് മാറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ തകർക്കുന്നു. കോട്ടകൾ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ള ദൈവിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ തകർക്കുന്നു. ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ തകർക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഞങ്ങൾ സ്വപ്നാവസ്ഥയിലാകേണ്ടവരാതെ ദൈവം ഞങ്ങളെ കാക്കുമാറാകണമേ. കർത്താവേ, ഈ സമയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് സങ്കല്പങ്ങൾ
കുഴപ്പങ്ങളിൽ മുഴുകിപ്പോകാതെ, സ്വപ്നാവസ്ഥയിലാകാതെ കർത്താവെ, ഞങ്ങൾ ഭാവനയിൽ ആയിത്തീരാതെ കർത്താവെ, ദൈവം നൽകുന്ന ആലോചന മാത്രം ഞങ്ങൾ പ്രാപിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കാം. വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടപ്രകാരം മുന്നേറുന്നവരായി തീരുവാൻ, ആത്മീയ ആയുധങ്ങൾ എടുത്ത് പോരാടുന്നവരായി തീരുവാൻ കർത്താവ് നിന്റെ മക്കളെ അവിടെ അഭ്യസിപ്പിച്ച് കർത്താവ് വഴി നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയിലെ കർത്താവ് പ്രിയ ദൈവദാസനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. അയക്കുന്നിടത്തെല്ലാം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ വീണ്ടും അവിടുന്ന് ബലം നൽകണം, അധികാരം നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശക്തമായ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ നൽകി തന്നെല്ലാം നമ്മൾക്കായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ക്ഷണിച്ച സമയം വെച്ച കർത്താവിന്റെ ദാസൻ പ്രിയ പോൾ ദാസനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. സഭയോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർമ്മ വേണ്ടി പ്രാർത്ഥിക്കുന്നു.